السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى إلى درسنا الجديد من دروس اللغة العربية لغير الناطقين بها. أين الطلاب والطالبات؟ الرحمن. طيب أسألك أين الطلاب والطالبات؟ أين poem students again. من جاء الحين؟ جاءت فاطمة وناصر. ناصر أنا ما شفتك منذ زمان يا ناصر. السلام عليكم. وعليكم السلام ورحمة الله. هل تحضر كل درس؟ هل تحضر كل درس؟ എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്നുണ്ടോ നാസർ സാർ? لا. ليش؟ بأي سبب؟ لماذا لا تحضر كل يوم كل درس؟ وأنت مشغول واجد؟ شغل كثير. മഷ്ഗൂൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബിസി ആണോന്ന്? ഓ ബിസിയാണ്, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ബിസിയാണ്. തിങ്കളാഴ്ച ദിവസം എല്ലാം ഷട്ട് ഡൗൺ ആവുന്ന ദിവസമാണോ? റീസ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. അല്ല, എല്ലാം ബ്രേക്ക് ഡൗൺ ആവുന്ന ദിവസമാണോ എന്ന് ചോദിക്കാം. അല്ല, റീസ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. റീസ്റ്റാർട്ട് ചെയ്യാം. ദിവസത്തെ അവധി കഴിഞ്ഞിട്ട്. നിങ്ങൾ ടെക്നിക്കലാണോ ഒഫീഷ്യലാണോ? ടെക്നിക്കലാണ്. ടെക്നിക്കൽ പറഞ്ഞാൽ ഒഫീഷ്യലുമാണ്. കാരണം ഇപ്പൊ ക്ലർക്കന്മാരൊന്നും ഇല്ലല്ലോ, അപ്പൊ എല്ലാം ഒഫീഷ്യൽ വർക്ക് കൊണ്ട് ടെക്നിക്കലാണ് കൂടുതൽ. ഓക്കെ. അപ്പോ നമ്മൾ ലേറ്റ് ആകുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ തുടങ്ങണം. വേണം ഉസ്താദേ, വേഗം തുടങ്ങാം. എല്ലാരും എത്തിയോ? നിങ്ങൾ ലേറ്റ് ആയില്ലേ ഒന്നുള്ളൂ? അല്ല, 2 മിനിറ്റ് 30. ഞാൻ പാടം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിലിടെ മറന്നു ഓണാക്കാൻ. അതുണ്ടായത്. എവിടെ എത്തി എന്നുള്ളതൊക്കെ നോക്കുമായിരുന്നു, വായിച്ചു പോയിരിക്കുകയായിരുന്നു. അപ്പൊ എവിടെ എത്തി? ഇനി തുടങ്ങാനുള്ളത് 16 ക്വസ്റ്റ്യൻ അല്ലേ? തഅമ്മിൽ മായലി. തഅമ്മിലാണോ തഅമ്മലാണോ? തഅമ്മൽ മായലി, അവിടെ തുടങ്ങണം. ഈ തഅമ്മിൽ എന്ന ഒരു പാറ്റേൺ ഉണ്ടോ? സംഭവം തഅമ്മിൽ എന്ന സംഗതി ഉണ്ടോ? തഅമ്മൽ നമ്മളിപ്പം 17 ഗ്രൂപ്പും അതിന്റെ എന്താ പറയാ, അതിന്റെ ഡിറൈവ്ഡ് ഫോംസും പഠിക്കും. അങ്ങനെ വരികയാണെങ്കിൽ തഅമ്മിൽ ഉണ്ടോ? അങ്ങനെ പാറ്റേൺ ഉണ്ടോ? അപ്പൊ ഉസ്താദ് ഇതിന്റെ മാലി എന്തായിരിക്കും? തഅമ്മൽ. അല്ലെ, എന്തോ ആയിക്കോട്ടെ സംഭവം. തഅമ്മിൽ എന്നൊരു രൂപമുണ്ടോ? ഇതാണ് അറബിയുടെ പ്രത്യേകത. നമ്മൾ 10 ദിവസമൊന്നും ഇല്ലെങ്കിലും തഅമ്മൽ എന്നേ വായിക്കാൻ പറ്റൂ. കാരണം തഅമ്മിൽ എന്നൊരു രൂപം ഘടന ഇല്ല. തഅമ്മൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തദക്കറ യതദക്കറു. തദക്കറ ഗ്രൂപ്പ്. തദക്കറ ഗ്രൂപ്പിന്റെ കൽപ്പന എന്താണ്? തദക്കറ യതദക്കറു, പിന്നെ തദക്കർ, പിന്നെ അതിന്റെ ക്രിയാധാരം വരണമെങ്കിൽ തദക്കുർ. അപ്പൊ നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിലെ മിസ്റ്റേക്ക് വരുത്താവും. മനസ്സിലായില്ലേ? അതായത് മിസ്റ്റേക്ക് വരുത്തിയാലും അതിലൊരു ശരി ഉണ്ടാവണം. ഗ്രൂപ്പിൽ പെട്ടാണെന്നെങ്കിലും അറിയാൻ. അല്ല, ഏതെങ്കിലും ഒരു പാറ്റേണില് മാത്രമേ വരാവൂ. നമ്മൾ ഒരു പദത്തിൽ മിസ്റ്റേക്ക് വരുത്തിയാൽ നമ്മൾ പഠിച്ച 17 ഗ്രൂപ്പുകളിൽ
17 ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു ഫോമിൽ മാത്രമേ വരാവൂ. അതിനാണ് നമ്മളിതിങ്ങനെ ആവർത്തിച്ച് പറയിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിൽ എന്താവും, ഒരു സ്ഖലിതമായി മാറും. തമ്മിൽ എന്ന് പറയുന്ന സംഭവമില്ല. ഓക്കെ, അമ്മൽ മായലി അപ്പൊ പിടിയിട്ടില്ലേ? തദക്കർ ഗ്രൂപ്പാണ്, തദക്കർ എത്തദക്കറുമാണ്, അതിന്റെ കൽപ്പനക്രിയയാണ് തദക്കർ. അപ്പൊ നമ്മളന്ന് ടേബിൾ അടിക്കുമ്പോൾ ഇത് എങ്ങനെ വരും എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമ്മളാ മീസാൻ എന്ന് പറഞ്ഞാലാണ് ത്രാസ്, തൂക്കല്. ആ തൂക്കം പഠിച്ചു വെച്ചിരുന്നാൽ അതനുസരിച്ച് മാത്രമേ വരുള്ളൂ. ആ തോത്, അളവ് പോലെന്ന് വേണമെങ്കിൽ പറയാം. അമ്മൽ മായലി. അപ്പോ തുടർന്ന് വരുന്നതിനെ കുറിച്ച് ശ്രദ്ധിച്ചു വായിക്കുക, ചിന്തിക്കുക. യസ്തതിഉ, യസ്തതിഉ, തസ്തതിഉ, അസ്തതിഉ. എന്താണ്? ഇസ്തതാ എന്ന വാക്കാണ്. ഇസ്തതാ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനായി. യസ്തതിഉ, തസ്തതിഉ, അസ്തതിഉ. അപ്പൊ ഇസ്തതായുടെ യസ്തതിഉ അവന് കഴിവുണ്ടാകുന്നു, തസ്തതിഉ നിനക്ക് കഴിവുണ്ടാകുന്നു, അസ്തതിഉ എനിക്ക് കഴിവുണ്ടാകുന്നു. നമ്മൾ ഈ യുംകിൻ എന്ന് പറയുന്നത് പോലെ ഈ സംഗതി പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. യസ്തതിഉ he can, തസ്തതിഉ you can, അസ്തതിഉ I can. മൻ യസ്തതിഉ അൻ യക്തുബ ദർസ്. അപ്പൊ അവിടെ യുംകിൻ എന്നല്ല ചോദിക്കുക, മൻ യുംകിൻ, മൻ മുംകിൻ എന്ന് ചോദിക്കാൻ പറ്റില്ല. അതിന് പകരം യുംകിൻ എന്ന് നമ്മളൊരു പ്രയോഗം പഠിച്ചായിരുന്നു. അതേപോലെ ഉപയോഗിക്കാവുന്ന ഒരു പദമാണ് യസ്തതിഉ. യസ്തതിഉ ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. അൽ-മാഇദ ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ് സമാ. ومن يستطيع أن يكتب, who can write, أن يكتب الدرس على السبورة بخط واضح. അപ്പൊ ഇത് നല്ലൊരു യൂസേജ് ആണ്. ഇതിൽ വരുന്ന യൂസേജ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ബിഖത്തിൻ വാദിഹൻ. ഖത്ത് എന്താണ്? വാദിഹൻ, വ്യക്തമായി, വ്യക്തമായത്. വാദിഹുൻ വ്യക്തമായത്. ഖത്ത് മജ്റൂർ ആയതുകൊണ്ട് വാദിഹ് അതിന്റെ നേരത്തായ വാദിഹ് മജ്റൂറായി. ബിഖത്തിൻ വാദിഹൻ. വ്യക്തമായ അക്ഷരത്തിൽ ആർക്ക് എഴുതാം? വ്യക്തമായ എഴുത്തിൽ ആർക്ക് എഴുതാം? സബ്ബൂറത്തിൽ. അപ്പൊ അടുത്ത ആൾ പറഞ്ഞു മറ്റൊരു വാക്യം, അസ്തതിഉ അൻ തസൂഖ ഷാഹിനതൻ യാ സുബൈറു. അതസ്തതിഉ ചോദ്യം കേട്ടോ. അതസ്തതിഉ നിനക്ക് സാധ്യമോ? യു ക്യാൻ, ക്യാൻ യു, ക്യാൻ യു. അതസ്തതിഉ അൻ തസൂഖ. തസൂഖ എന്താണ്? ഡ്രൈവ് ചെയ്യാൻ. സാഖ യസൂഖു, നയിച്ചു. സാഖ യസൂഖു. സായിഖ് ഉണ്ടല്ലോ ഖുറാനിൽ. ഡ്രൈവർ. എന്താണ് ആയിട്ട് ലക്മൻ സാഹിബേ? ഓർക്കുന്നില്ല ഉസ്താദേ. ജാഅത്ത് കുല്ലു നഫ്സിൻ മാഹാ സായിഖുൻ വശഹീദ്. സൂറത്ത് ഖാഫ്. ജാഅത്ത് കുല്ലു നഫ്സിൻ മാഹാ സായിഖുൻ വശഹീദ്. ഒരു സായിഖും വരും, ഒരു ഷഹീദും വരും. ഒരാൾ ഡ്രൈവർ, ഒരാൾ നയിച്ചുകൊണ്ടുവരുന്ന. ഡ്രൈവർ മീൻസ് നയിച്ചുകൊണ്ടുവരുന്ന ആളാണ്. ഇതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. അറബി ഭാഷ എന്താണ്? വികസനക്ഷമമാണ്, വികസിക്കാൻ പറ്റുന്നതാണ് അറബി ഭാഷ. സായിഖ് എന്ന നയിച്ചുകൊണ്ടുപോകുന്നത് എന്ന് ഡിക്ഷണറിയിലുള്ള വാക്ക് തന്നെയാണ് ഡ്രൈവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഇസ്തത എന്നുള്ളത് ഇപ്പൊ യസ്തതിഉന്ന് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളെന്താ ലേറ്റ് ആയി വന്നത്? യുംകിനു എന്ന് പറയുമ്പോ എല്ലായിടത്തും അതിനനുസരിച്ച് മാറുന്നുണ്ടോ? നിങ്ങളെന്താ ലേറ്റ് ആയെന്ന്? ഞാൻ പുറത്തായിരുന്നു സാർ, ഓടി വന്നു. 4 ആളല്ലേ ഉള്ളൂ, ഉസ്താദ് നന്നായി പിടിക്കും.
അല്ല, ഇങ്ങനെയൊക്കെ സ്ഥലമൊക്കെ നമുക്ക് ഫേമസ് ആണ്. ഏഹ്. ഓക്കെ. യംകിനോന്നുള്ള അതാ പറയുന്നത്. ആ യുംകിനുക്കാൻ അത് ചോദിക്കാം, ആ അത് യുംകിനുക്കാൻ എല്ലായിടത്തും ചോദിക്കാം. പക്ഷെ ഇതാണ് പറ്റുന്നില്ല. മോർ പ്രൊഫഷണൽ. ഉം. ദിസ് ഈസ് മോർ പ്രൊഫഷണൽ, മോർ സൂട്ടബിൾ. പക്ഷെ ആ യുംകിനുള്ള ആ ഒരു പ്രയോഗം തന്നെ എല്ലായിടത്തും പ്രയോഗിക്കാമല്ലോ. അവിടെ അല്ല, അവിടെ കർത്താവിനനുസരിച്ച് ക്യാൻ എന്നുള്ള വാക്കാണ്. യുംകിനു എന്ന് പറയുമ്പോൾ ക്യാൻ ആണ്. ഇവിടെ എന്താണ്? ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു എന്നാണ് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ. അപ്പോ കർത്താവിനനുസരിച്ച് മാറും അല്ലെ. ആ മൈ യസ്തത്തിയോ, മൻ വന്നതുകൊണ്ടാണ് യസ്തത്തിയോ വായ്പായിട്ട് ഉപയോഗിച്ചത്. ഐ യക്തുബ അവിടെ വായ്പായിട്ടാണ്, അതായത് മൻ വന്നതുകൊണ്ടാണ്. മൈ യസ്തത്തിയോ ഐ യക്തുബ ദർശ അല സബൂർ. ഇവിടെ അടുത്ത ചോദ്യം വന്നു, അ തസ്തതിഉ, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു എന്നാണ്. ഞാൻ എളുപ്പത്തിൽ ക്യാൻ യു എന്ന് ചോദിച്ചതേ ഉള്ളൂ. സാറേ, ആ തുംകിനുക്കിന്നാണോ അതാ യുംകിനുക്കിന്നോ? ആ യുംകിനുക്ക എന്നാണ് വരിക. യുംകിനുക്ക. അത് ആ എല്ലായിടത്തും പാഠം യുംകിനു രണ്ടാം ഭാഗത്തിലാണെന്ന് തോന്നുന്നു, അതൊന്നുകൂടെ വായിച്ചു നോക്കാം. ആ യുംകിനുക്ക എന്നാണ് വരിക. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ യു. യുംകിൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഇസ്തത്തി എന്നുള്ള വാക്ക് അതിന്റെ ഫോംസ് മാറി വരും. ആ തസ്തത്തിയു അൻ തസൂഖ. മനസ്സിലല്ലേ? സാഖ യസൂഖു, ലീഡ് അതെ. ചെയ്തു, നയിച്ചു എന്നൊക്കെയാണ്. സായക്ക് എന്ന് പറയുമ്പോൾ നയിച്ചുകൊണ്ട് പോകുന്നയാള്. ഇവിടെ തസൂഖ ഷാഹിനത്ത്. ഷാഹിനത്ത് എന്താ? ലോറി അല്ലേ? ഷാഹിനത്ത് എന്ന് പറയുമ്പോൾ ട്രെയിലറാണ്. ടൈലർ. ട്രെയിലർ. കണ്ടെയ്നർ എന്ന അർത്ഥമാണ് ഷാഹിനത്തിനുള്ളത്. അതെന്തോ സംഭവം ഉൾക്കൊള്ളുന്ന ഒരു സാധനം, ഷാഹിനത്ത്. നമ്മളെ ഭാഷയിൽ ലോറി വേണമെങ്കിൽ പറയാം. ഹെവി ഐറ്റംസ് വായിച്ചുകൊണ്ട് പോകുന്ന വണ്ടിക്കാണ് അങ്ങനെ പറയുന്നതാണ് നിർവചനം കൊടുത്തിട്ടുണ്ട്, ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. സയ്യാറത്തുൻ കബീറത്തുൻ ഹിയ സയ്യാറത്തുൻ കബീറത്തുൻ മുഖസ്സസത്തുൻ ലിനഖലിൽ ബദാഇ, സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്നത്. അതിൽ അഹ്മാലി സഖീല, അല്ലെങ്കിൽ ഭാരമേറിയ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നത്. മിൻ മക്കാനിൻ ഇല ആഖർ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ കണ്ടെയ്നർ എന്ന് പറയുന്നത്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അപ്പം സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്നത് ഷാഹിന എന്ന് പറയും. അതേസമയം എല്ലാത്തിനും സയ്യാറെന്ന് കോമഡി പറയാം. ഇവിടെ തന്നെ നിർവചനം പറഞ്ഞപ്പോൾ തന്നെ ഹിയ സയ്യാറത്തുൻ കബീറത്തുൻ. അപ്പൊ അത് സയ്യാറ എന്നുള്ളത് കോമൺ ആയിട്ട് വേണമെങ്കിൽ പറയാം, വണ്ടി എന്നർത്ഥം. അതേസമയം ഷാഹിന എന്ന വാക്ക് പാസഞ്ചർ വണ്ടിക്ക് ഉപയോഗിക്കില്ല. അപ്പൊ ആ തസൂഖ ഷാഹിനത്തുൻ യാ സുബൈറു, നിനക്ക് ഇത് ഓടിക്കാൻ പറ്റുമോ? എന്തായാലും പറയാം, എന്താ പറഞ്ഞ് ട്രെയിലർ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? യാ സുബൈറു ആ തസ്തതിഉ. ثلاثة هذه الرسالة بخط رديء لا أستطيع أن أقرأها. هذه الرسالة بخط رديء. ഇതെന്താണ്? ഇത് മോശമായ കൽപ്പടയിലുള്ളതാണ്. ഖത്തിൻ റദീഇൻ. അല്ലേ വായിക്കാൻ പറ്റാത്ത റദീ എന്ന് പറഞ്ഞാൽ മോശമായ എന്നാണ്. അക്രഹ എന്ന് പറഞ്ഞാൽ വായിക്കാൻ പറ്റില്ല. ലാസ്തത്തിയാൻ അക്ര എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എന്താണ്, എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇതിന്റെ മറ്റൊരു രൂപം പറഞ്ഞതാണ്, നോട്ട് പോസിബിൾ ഫോർ മീ. റദീ എന്ന് പറഞ്ഞാൽ മോശമായത്. സയ്യ് എന്നൊക്കെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. സയ്യ് ഉൽ ജൗദത്തി, മോശമായ ക്വാളിറ്റി ഉള്ളതാണ്.
ഗൈറു ജയ്യിദിൻ നല്ലതല്ല, ദഈഫുൻ ഔ ഖലീലുൽ ഖീമത്തി ദുർബലമാണ് അല്ലെങ്കിൽ മൂല്യം കുറഞ്ഞതാണ് എന്നൊക്കെയാണ്. മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ മോശമായ എന്നർത്ഥം. അതസ്തതിഉ അൻ തഖറഅഹ അൻത, is it possible for you, അതസ്തതിഉ അൻ തഖറഅഹ അൻത, നിനക്ക് വായിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ അൻതയ്ക്ക് എംഫസൈസ് ചെയ്തുകൊണ്ടാണ് അൻത എന്ന് എടുത്ത് പറഞ്ഞു. അതസ്തതിഉ അൻ തഖറഅഹ അൻത യാ ബറാഉ, ബറാഇനോട് ചോദിച്ചാണ് നിനക്ക് വായിക്കാൻ പറ്റുമോ ബറാ എന്ന്. എന്താ പഠിച്ചത്? ഇസ്തത്തിന്റെ യൂസേജ് ആണ് പഠിച്ചത്. ഒന്നുകൂടെ ഉണ്ട്. അതസ്തീന, അപ്പൊ എന്താ തസ്തീന? സ്ത്രീലിംഗം സ്ത്രീലിംഗ ഏകവചനം. എങ്ങനെയുള്ളത് സ്ത്രീലിംഗ ഏകവചനം? ഒരു സ്ത്രീയോട് ചോദിക്കുക. ഒരു സ്ത്രീയോട്. അപ്പം മുഖാത്തബത്താണ്. മുന്നിൽ നിൽക്കുന്ന ഒരു പെണ്ണിനോട്. മുഖാത്തബത്ത് എന്ന് പറയുമ്പോൾ എല്ലാം വന്നു അതിൽ. മുഖാത്തബത്തുൻ വന്നതുകൊണ്ട് സ്ത്രീലിംഗമായി, പിന്നെ മുഖാത്തബാത്ത് എന്ന് പറയാത്തത് കൊണ്ട് സ്ത്രീലിംഗ ഏകവചനമായി, മുദക്കർ അല്ലാന്നായി. എന്താ ഉണ്ട്? എല്ലാം ഉണ്ട്. അതേപോലെ മുഖാത്തബ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധിതനാണെന്ന് മനസ്സിലായി. അതസ്തീന അൻ തഗ്സിലി, എന്തുകൊണ്ടാണ് അൻ തഗ്സിലീന എന്ന് പറയുന്നത്? അത് അതുകൊണ്ട് നെസ്ബ് ചെയ്യാൻ വേണ്ടി അതാണ് ഞാൻ ടെക്നിക്കൽ വാക്ക് പഠിപ്പിക്കാത്തത്. അല്ല, അത് പഠിക്കണമല്ലോ ഉസ്താദേ. പഠിക്കണം, ഇനി പഠിക്കാം. നമുക്ക് 3-ാം ഭാഗത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം. വാക്കുകൾ എന്തെങ്കിലും കണ്ടാ അറിയണ്ടേ? അതെ. أن تغسلي هذه الملابس اليوم، هذه الملابس اليوم يا ليلى. എനിക്ക് ഇന്നത് കഴിയാൻ പറ്റുമോ? തഅമ്മൽ. ഇനി ശ്രദ്ധിച്ച് വായിക്കേണ്ട വേറെ സംഭവമുണ്ട്. സല്ലാ യുസല്ലി സല്ലി. ഇത് നമ്മൾ ടേബിൾ പഠിച്ചിട്ടുള്ളതാണ്. സല്ലാ യുസല്ലി അണ്ടർസ്റ്റാൻഡിംഗ് ഖുർആൻ ടേബിൾ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല സല്ലി എന്ന വാക്ക് നമ്മൾ എവിടെ പഠിച്ചു? അതുകൂടാതെ അടുത്ത ദിവസം പഠിച്ചില്ല ഉസ്താദ്, നമസ്കരിക്കുമ്പോ ഇമാമ നിൽക്കുന്നതിന് പറയാം. അതെ, അങ്ങനെ ഒരു ഇതും കൂടി. അതെ. ഇവിടെ അതിന്റെ കറക്റ്റ് രൂപം പഠിക്കാണ്. അപ്പൊ ഈ വാക്ക് നമ്മളെ പാഠത്തിൽ വന്നിട്ടുണ്ട്, പാസേജിൽ വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച പാസേജിൽ ഈ ഭാഗം വന്നിട്ടുണ്ട്. വഹുവ യുസല്ലി ബിന്നാസി എന്ന് പറഞ്ഞില്ലേ? അലിയുള്ളാനു ഉമറുള്ളാനു വധിക്കപ്പെടുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമത്തെ നമസ്കരിക്കുകയായിരുന്നു. അവിടെ സൊല്ലാ ബി എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചു. അതേപോലെ സൊല്ലയുടെ രൂപങ്ങളും പഠിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. ആ സൊല്ലൈത്ത ദുഹറ. അപ്പൊ സൊല്ല എന്ന് പറയുന്നിടത്ത് അലിഫാണുള്ളത്. സൊല്ലാ സല്ലി എന്ന് പറയുമ്പോൾ സൊല്ല എന്ന് പറയുന്നിടത്ത് ഹദായുടെ പോലുള്ള അലിഫാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഈ എന്താ പറയാ, ലമീറുകൾ ചേരുമ്പോൾ ഇപ്പൊ സൊല്ല, സൊല്ലൗ, സൊല്ലൈത്ത അവിടെ യായായി. സൊല്ലൈത്ത, സൊല്ലൈത്തും അവിടെയും യായായി. സൊല്ലൈത്തു അവിടെയും യാണ്. സൊല്ലൈന അവിടെയും യാ. ഇതിനാണ് നമ്മൾ പറഞ്ഞത് മാസ്റ്റർ ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഹദാ ഉള്ള മാസ്റ്റർ ടേബിള് വേറെ പല സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. ഹദാ എന്നുള്ളത് 3 അക്ഷരമാണ്. പക്ഷേ ഹദാ എന്നത് 3 അക്ഷരമാണ്. അതോടൊപ്പം ഹദായുടെ അവസാനത്തെ അക്ഷരം ഏതാണോ അതേപോലുള്ള അക്ഷരം അവസാനത്തിൽ വരുന്ന ഏത് ക്രിയ വന്നാലും ഇതേ മാറ്റം അതിലുണ്ടാകും. മറ്റേത് ഗ്രൂപ്പിലുള്ളതാണെങ്കിലും ഇതേ മാറ്റം അതിനും ഉണ്ടാവും. ഹദാ ഹദൗ, സൊല്ലാ സൊല്ലൗ.
ഉം. സൊല്ല ഏത് ഗ്രൂപ്പിൽപ്പെട്ടാണ്? വല്ല വല്ല വൃത്തിയല്ലേ ഉള്ളൂ. വല്ലയാണോ? അല്ല അങ്ങനെ സബ്ബ പറഞ്ഞ സബ്ബ അങ്ങനെ സബ്ബ പറഞ്ഞയാൾക്ക് അത് വല്ല. സബ്ബയാവില്ലേ? സബ്ബ സബ്ബ അതെ സോറി. ഇത് ശരിയാ. ശരി. ഹദൈത്ത. സബ്ബ സബ്ബ. ഇപ്പൊ നിങ്ങൾ എന്തായി? ഹദൈത്തായി. ഉം. എടുത്തു. 3 അക്ഷരമുണ്ട്, മധ്യത്തിൽ ശബ്ദ ഉണ്ട്. 3 ഉണ്ട്. അക്ഷരം മധ്യത്തിൽ ശബ്ദമായപ്പോ 4ആയി. 3+1 ആയി. ഉം. അതുകൊണ്ടാണ് സബ്യഹ പോലെ സെല്ലി വന്നത്. ഉം. അപ്പോ ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഏറ്റവും എളുപ്പവഴി എന്താണ്? ഹദയുടെയും സബ്ബഹയുടെയും ടേബിള് ഒരുമിച്ച് എഴുതുക. ഒരുമിച്ച് എഴുതിയിട്ട് അടുത്ത വാക്ക് നോക്കുക. സബ്ബഹയുടെയും ഹദയുടെ എഴുതുക. അപ്പൊ സബ്ബഹയുടെ നിയമവും വരും, ഹദയുടെ നിയമവും വരും. ഹദയുടെ അവസാനം അലിഫ് വന്നാൽ സോറി, അതെ, യാന്റെ ഷേപ്പിലുള്ള അലിഫ് വന്ന സ്ഥലങ്ങളിൽ 3-ാമത്തെ ടേബിള് സല്ല, 1-ാമത്തെ ടേബിള് ഹദ അല്ലെങ്കിൽ സബ്ബഹ, രണ്ടിലും എഴുതിയാലും കുഴപ്പം. 2-ാമത്തത് ഹദയാക്കിയിട്ട് എന്ത് ചെയ്യുക, 3-ാമത്തത് സല്ലാക്കി. അപ്പോ ഹദാ ഹദൈത്ത പോലെ, ഹദാ ഹദവും ഹദൈത്ത ഹദൈത്തും പോലെ സൊല്ല സൊല്ലവും സൊല്ലൈത്ത സൊല്ലൈ. പിന്നെ യുസല്ലി യുസല്ലൂന, യഹ്ദി യഹ്ദൂന, യഹ്ദി യഹ്ദൂന പോലെ യുസല്ലി യുസല്ലൂന. പിന്നെ യഹ്ദി പോലെ ദുർബലാക്ഷരം കളഞ്ഞിട്ട് സല്ലി, അവിടെ സബ്യഹ ആണ്, പക്ഷെ സബ്യഹിന്റെ അവസാന ദർശനം കളയണം. യഹ്ദി പോലെ അവസാന ദർശനം കളയണം. അപ്പൊ സബ്യ പോലെ ഷബ്ബിയിൽ വന്നിരിക്കും, സല്ലി. ഇതാണ് ആ 3 പദങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ആ സല്ലൈത്ത ളുഹ്റ, അപ്പൊ യാ വന്നു, യാ ഹുസൈനു. സല്ലൈതു ഫിൽ മസ്ജിദ് ഹറാമി, ഞാൻ എവിടെ നമസ്കരിച്ചു? മസ്ജിദ് ഹറാമിൽ നമസ്കരിച്ചു. വഫിൽ മസ്ജിദ് നബവി, മസ്ജിദ് നബവി ഷെരീഫിലും നമസ്കരിച്ചിട്ടുണ്ട്. വേറെ വാക്യമാണ് കേട്ടോ, നേരത്തെ ഇതിന്റെ ഉത്തരമല്ല, വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സല്ലൈതു ഫിൽ മസ്ജിദ് ഹറാമി വഫിൽ മസ്ജിദ് നബവി. നബവിയെന്ന് ഈ വാ എങ്ങനെ വന്നത്? നബവിയിന് അതിയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ നെസബ് പറഞ്ഞപ്പോ അന്നേരം ആ ഉറക്കം വന്നുകൊണ്ട് പറയാൻ വിട്ടുപോയിരുന്നു. നബിയെ നബവി സംബന്ധിച്ച വരുമ്പോഴത്തേക്ക് നബിയുൻ, നബിയെ സംബന്ധിച്ച് നബിയിൽ നിന്നും നബിയുൻ എന്നെന്താണ്? ശബ്ദമുള്ളതാണ്. ഇപ്പൊ നമ്മള് മക്കത്തിനാണെങ്കിൽ മക്കിയുൻ എന്നാണ് പറയുക, താ കളഞ്ഞിട്ട് മക്കിയുൻ എന്ന് പറയണം. മദീനത്താണെങ്കിൽ മദീനത്തുനാണെങ്കിൽ മദനി എന്ന് പറയാം. പിന്നെ നബിയുൻ എന്നാണ് ശബ്ദമുള്ള യാലാണ് അവസാനിക്കുന്നതെങ്കിൽ അവിടെ ഒരു യാ അല്ലേ പിന്നീട് കൊടുക്കേണ്ടത്, പിന്നീട് യാണല്ലോ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ. നബിയുൻ മദീനത്തുൻ എന്നുള്ളത് മദനിയുൻ എന്ന് പറയണം, മക്കത്തുൻ എന്നുള്ളത് മക്കിയുൻ എന്ന് പറയണം. നബിയുൻ എന്നിടത്ത് അവിടെ പിന്നെ യാ ഇങ്ങനെ കൊടുക്കും. അതുകൊണ്ടാണ് ഒരക്ഷരം കൂടെ കൊടുത്തിട്ടാണ് അറബിക അങ്ങനെ പറഞ്ഞത്, നബവിയുൻ. അഹവിയുനും അതുപോലെ പഠിച്ചായിരുന്നു. അതാണ് അഹവിയും അഹവിയുൻ. അത് നിയമം വേറെയാണ്. അല്ല, അത് രണ്ടുമാണ് നമ്മള് അതെ, ഡിഫറൻസ് ആയിട്ട് പഠിച്ചത്. ഡിഫറെന്റ് നെസബ് ആയിട്ട് കൊടുക്കുന്നിടത്ത്. പഠിച്ചത്. അതെ, നെസബ് കൊടുക്കുന്നിടത്ത്. അതെ. നിങ്ങൾ പഠിക്കുന്നുണ്ട്, ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. റെക്കോർഡ് കേട്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ റെക്കോർഡ് ഉള്ളത് വലിയ അനുഗ്രഹമാണ്. ആ റെക്കോർഡ് ചിലപ്പോ എപ്പോഴും കിട്ടിക്കണമെന്നില്ല. എന്റെ നമ്മൾ കുറച്ച് പേരുള്ളതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. നാളത്തെ ക്ലാസ് ഇതുപോലെ തന്നെ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, വെള്ളിയാഴ്ച ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താലും റെക്കോർഡ് വേണം. വെള്ളിയാഴ്ച രാവിലെ ഓഫീസിൽ പോകണുണ്ട് അല്ലേ? ഞങ്ങൾ എങ്ങനെ നേരത്തെ എല്ലാം കഴിച്ചിട്ട് പോണ വരെ വണ്ടിയിൽ ഇരുന്നിട്ട് അതൊക്കെ കേട്ടിട്ടാണ് അവസാനിപ്പിച്ചോണ്ട് കയറിയത്. അങ്ങനെയാണ്. അത് ശരി, ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ റെക്കോർഡ് വേഗം കിട്ടുവാണെങ്കിലേ അപ്പൊ നോക്കാം. അങ്ങനെയുള്ള ദിവസം കാരണം ഞാൻ എപ്പോ ഏത് ക്ലാസ് ആയിരുന്നു കഴിഞ്ഞാൽ പിന്നീട് എന്റെ കണ്ണൊക്കെ ടയർഡായിരിക്കും.
അപ്പൊ അതുകൊണ്ട് ഇത് ഉത്തരപ്രദേശ് മൊത്തം ഷട്ട് ഡൗൺ ചെയ്തിട്ട് എല്ലാം ലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് ഇത് ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാമറയിൽ തന്നെ നോക്കി സംസാരിക്കുകയും വേണം. എനിക്ക് ഒരു സ്ഥലത്ത് തന്നെ നോക്കാൻ പറ്റുള്ളൂ. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പരന്ന് നോക്കുന്നതുകൊണ്ട് അത്രയും കണ്ണ് ടയേർഡാകും. ഇത് സ്ക്രീനിൽ നോക്കണം, ക്യാമറയിൽ നോക്കണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ടയേർഡാകും. അപ്പൊ ഇതെല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ട് അടുത്ത പണിയിലേക്ക് പോവാണ് പല കാരണങ്ങൾ കൊണ്ട്. ചിലപ്പോ പിന്നെ അതങ്ങ് മറന്നും പോകും. സല്ലൈത്തു ഫിൽ മസ്ജിദുൽ ഹറാമി വഫിൽ മസ്ജിദിൻ നബവി. അപ്പൊ ഷദ്ദുള്ള യായിൽ അവസാനിക്കുന്നതാണെങ്കിൽ വാ ചേർക്കുന്നതാണ് മസ്ജിദിൻ നബവി. അത് നേരത്തെ സംശയം നബിയ്യുൻ നബിയ്യുൻ അവസാനിക്കുമ്പോ നബിയ്യുൻ അപ്പൊ നബവിയ്യുൻ. നബവി ഷെരീഫി. ഷെരീഫ് എന്താണ്? കൊടുക്കുന്നുണ്ടല്ലേ ഉസ്താദ്? ഷറഫ്. ഷറഫ് മഹത്വമുള്ള. മഹത്വമുള്ള. മുഖദ്ദിസ് വരില്ല. അപ്പൊ പരിശുദ്ധ വരില്ല. പരിശുദ്ധമാക്കും. ആദരണീയമായ എന്നൊക്കെ പറയാം. മിലാദി ഷരീഫ് എന്ന് പറയും. മിലാദി ഷരീഫ്. മീലാദി എന്ന് പറഞ്ഞാൽ എന്റെ മീലാദല്ലേ? അതെ. പറഞ്ഞു വരുമ്പോ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഒരു മിസ്റ്റേക്ക് തുടങ്ങിയ ഒരുപാട് മിസ്റ്റേക്കിൽ അവസാനിക്കും. നബവി ഷെരീഫി വഹിബു. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ നമസ്കരിച്ചു. അപ്പൊ അത് സല്ലൈത്തു. അപ്പൊ സല്ലൈത്തു എന്നൊക്കെ വരുന്നിടത്ത് യാ വരും. വഹിബു അൻ ഉസല്ലിയ. അപ്പൊ സല്ലാ യുസല്ലി എന്നാണ് യായിലാണ് വരുന്നത്. അപ്പൊ ഉസല്ലി എന്ന് വരും. ഉസല്ലി എന്ന് വരുന്നിടത്ത് പിന്നെ അൻ വരുമ്പോൾ നെസ്ബിയാണ്. അപ്പൊ അവിടെ നെസ്ബ് അത് സ്വീകരിക്കും. നെസ്ബ് സ്വീകരിക്കും. എന്താണ് പറഞ്ഞത്? മനസ്സിലായില്ല. സല്ലാ യുസല്ലി എന്നാണല്ലോ യാ അല്ലേ ഉള്ളത്. സബ്ബഹ യുസബ്ബഹു എന്ന് പറയുന്നിടത്ത് ലമ്മ് വരും. സബ്ബഹ യുസബ്ബഹു ലമ്മല്ലേ അപൂർണക്രിയയുടെ അവസാനം വരുന്ന ലമ്മല്ലേ വരുന്നത്. പക്ഷെ സല്ലാ യുസല്ലി എന്ന് പറയുന്നിടത്ത് ലമ്മ് സ്വീകരിക്കില്ല. യാ യുസബ്ബഹു എന്ന് പറയുന്നിടത്ത് അവസാനം ലമ്മ് വരണ്ടേ? അപൂർണക്രിയയുടെ അവസാനം ലമ്മ് വരണ്ടേ? അപ്പൊ യുസല്ലി എന്ന് പറയുമ്പോൾ ലമ്മ് സ്വീകരിക്കില്ല. അതേസമയം അതിന് നെസ്ബ് ചെയ്യുമ്പോൾ അവിടെ ഫത്ഹത്ത് സ്വീകരിക്കും. ഫത്ഹത്ത് സ്വീകരിക്കും. ഓക്കെ, അത് പൊതുതത്വമാണ്. യാ ലമ്മും കസ്റും സ്വീകരിക്കുകയില്ല എന്നത് പൊതുതത്വമാണ്. ദുർബലാശയങ്ങൾ കേട്ടോ. പിന്നെ എന്ത് ചെയ്യും? അത് നെസ്ബ് വരുമ്പോൾ നെസ്ബ് സ്വീകരിക്കും. കെസറും സ്വീകരിക്കില്ല. പിന്നെന്താണ് സ്വീകരിക്കാത്ത? ലമ്മ്. സല്ലാ യുസല്ലി എന്നല്ലേ പറയുന്നത്. യുസല്ലിയു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദഅ യദ്ഉ എന്നല്ലേ പറയുന്നത്. ഹദാ യഹ്ദി എന്നല്ലേ പറയുന്നത്. അവസാനം ലമ്മ് കൊടുക്കുന്നില്ലല്ലോ. വഉഹിബ്ബു അൻ ഉസല്ലിയ ഫിൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. ബിഇദ്നില്ല. പക്ഷേ ഞാൻ എന്റെ പാസ്പോർട്ടിൽ അവന്മാരെ സീൽ എടുപ്പിക്കൂല. അതുകൂടെ വേണം. അങ്ങനെയുണ്ട് പലസ്തീനികൾ എന്ന് പറഞ്ഞാൽ. അതാണ് അവര്. ഇപ്പൊ നമ്മള് മസ്ജിദുൽ അഖ്സയിലൊക്കെ പോകാന്നൊക്കെ പറഞ്ഞു പോകും. നമ്മൾ എന്ത് ചെയ്യാണ്? അവനെ സീലടിക്കുക, ജൂതനെ സീലടിക്കുകയാണ്. ജൂതനെ സീലടിച്ചിട്ടേ അതിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അവര് പറയുന്നു ഞാൻ എന്റെ പാസ്പോർട്ടിൽ അവനെ സീലടിപ്പിക്കില്ല. യുഹിബ്ബു അൻ യുസല്ലിയ ഫിൽ മസ്ജിദിൽ അഖ്സ ബിഇദ്നില്ല. ബിഇദ്നില്ല ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിന് തുല്യമാണ്. സലാസ സല്ലി ബിനാ യാ ശൈഖു. അപ്പൊ സല്ലാ ബിനയുടെ ഉപയോഗം വന്നു. സല്ലി ബിന. അപ്പൊ രണ്ട് കാര്യമാണ്. ഒന്ന് സല്ലാ ബിനയുടെ ബിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ അർത്ഥം.
ഞങ്ങളെക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കരിക്കൂ എന്നർത്ഥം. 1, 2 സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നപ്പോൾ യാ മഹ്ദൂഫായി. യാ മഹ്ദൂഫ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാ മഹ്ദൂഫാണ്. ലാ തുസല്ലി. അപ്പൊ അവിടെ അംറില് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നിടത്ത് അംറില് ഹർഫുൽ ഇല്ലത്ത് പോയി. അതേപോലെ ലാ തുസല്ലി എന്ന് പറയുന്ന അതേ നിയമം തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഫ്അൽ എന്ന് പറയുന്നത് ജസ്മാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് കൽപ്പനക്രിയയുടെ ഏകവചനത്തിലും വിരോധക്രിയയുടെ ഏകവചനത്തിലും ജസ്മ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലാമുൽ അംറ് ലാലിൻ നഹി എന്നൊക്കെ പറഞ്ഞു. ലാലിൻ നഹി എന്ന് പറഞ്ഞാൽ ലാ തുസല്ലി, അതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ജസ്മ് ചെയ്യുന്നിടത്ത് ഹർഫുൽ ഇല്ലത്തിന് ഹദ്ഫ് ചെയ്യണം, ഒഴിവാക്കണം. ലാ തുസല്ലിൽ ഫറാഇദ ഫിൽ ബൈത്തി. ഫറാഇദ് എന്താണ്? അല്ലേ ഫറലുകൾ. ഫരീളത്തിന്റെ ബഹുവചനമാണ് ഫറാഇദ്. ഫരീളത്തിൻ അതിന്റെ ബഹുവചനം അങ്ങനെ പറയും, ഫറാഇദു. ഫറാഇദു ലിഅന്നഹ ഗൈറു മുൻസരിഫിൻ. ഏത് വസിലാണ്? മസാജിദ്. മസാജിദ് വസിലായതുകൊണ്ട് ഗൈറു മുൻസരിഫാണ്. ലാ തുസല്ലിൽ ഫറാഇദ ഫിൽ ബൈത്തി. നിർബന്ധ നമസ്കാരങ്ങൾ വീട്ടിൽ നമസ്കരിക്കരുത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കുമോ? പെണ്ണുങ്ങളോട് പറഞ്ഞാലോ? പെണ്ണുങ്ങളോട് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഈ വാക്യം ബാധകമാവില്ല. ഇതെന്താണ്? ഇത് ഒരു പുരുഷനോട് പറയുന്ന വാക്കാണ്. ലാ തുസല്ലി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓരോ പുരുഷനും ബാധകമാണ്. ലാ തുസല്ലിൽ ഫറാഇദ ഫിൽ ബൈത്തി. അല്ലേ? ലാ തുസല്ലു എന്നാണ് പറയുന്നതെങ്കിൽ എന്താവും? അത് വേണമെങ്കിൽ ജമ്മും അല്ല, അത് വേണമെങ്കിൽ മുദക്കറും മുഅന്നസും കൂടെ ഒരുമിച്ച് പറഞ്ഞത് വരാം. ഇവിടെ ഏകവചനം പറഞ്ഞുകൊണ്ട് അത് ഒരു പുരുഷന് മാത്രം ബാധകമാണ്. അതായത് പുരുഷനായ ഓരോരുത്തരോടും പറയാം ലാ തുസല്ലി എന്ന്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷണലാണ്. അവർക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കലും വീട്ടിൽ നമസ്കരിക്കലും എന്താണ്? ഓപ്ഷണലാണ്. നബിസ്വല്ലല്ലാഹു കാലത്ത് എന്ത് ചെയ്തിരുന്നു? നബിസ്വല്ലല്ലാഹു കാലത്ത് ഇഅ്തികാഫ് വരെ ചെയ്യുന്നിരുന്നു പെണ്ണുങ്ങൾ. ലാ തുസല്ലിൽ ഫറാഇദ ഫിൽ ബൈത്തി. ലമ്മാ ഉസല്ലിൽ അസ്റ. ലമ്മാ ഉസല്ലിൽ അസ്റ. ഞാൻ നേരത്തെ പറഞ്ഞു സല്ലി എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ജസ്മി ചെയ്തതിന് തുല്യമാണ്. ലാ തുസല്ലി എന്ന് പറഞ്ഞപ്പോഴും ജസ്മി ചെയ്തതിന് തുല്യമാണ്. ഇവിടെ ജസ്മി ചെയ്ത അതേ അദാത്ത് തന്നെ വന്നിട്ടുണ്ട്. ആ ടൂള് ഹർഫ് ലമ്മ. ലമ്മ ഏതിന്റെ സഹോദരിയാണ്? ലമ്മിന്റെ സഹോദരിയാണ്. ലമ്മ ലാമുൽ അംർ ലാലിൻ നഹി. ലമ്മിന്റെ സഹോദരിയാണ് ലമ്മ. ലമ്മ ഉസല്ലി. ഞാൻ എന്താർത്ഥം? നമസ്കരിച്ചിട്ടില്ല. ഞാൻ നമസ്കരിച്ചില്ല. ലമ്മ ഉസല്ലിൽ അസ്റ. ഇതുവരെ നിസ്കരിച്ചില്ല. അതെ, നോട്ട് യെറ്റ് എന്ന അർത്ഥമാണ്. ഇതുവരെയും ഞാൻ അസ്ർ നമസ്കരിച്ചില്ല. പാഠങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. സമാനത്താശ هذه الأسماء الشهور العربية. هذه أسماء الشهور العربية. അറബി മാസങ്ങളുടെ പേരുകൾ ഇവയാണ്. ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? ഹാദിഹി അസ്മാഉ എന്ന് പറഞ്ഞാൽ ഇവയാണ് പേരുകൾ, ഇതാണ് പേരുകൾ എന്നല്ല. കാരണം അസ്മാ ബഹുവചനമായതുകൊണ്ട് ഹാദിഹി എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചതേ ഉള്ളൂ. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഇവ എന്നാണ് അതിന്റെ അർത്ഥം. ഹാദിഹി അസ്മാഉ ശുഹൂരിൽ അർബഅത്തി. ഷുഹൂറിന്റെ ഏകവചനം എന്താണ്? ഷഹർ. ഷഹറിന്റെ ബഹുവചനം എന്താണ്? ഷുഹൂറും അഷ്ഹുർ. ഇദൻ സലഖൽ അഷ്ഹുറുൽ ഹുറും.
فإذا انسلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم. അപ്പൊ ഷുഹൂറുൽ അറബിയ അതിന് ഹിജ്രിയ എന്ന് പറയാം, അല്ലെങ്കിൽ ഹിജ്റ മാസങ്ങൾ. അൽ മുഹറമു സഫർ, സഫറുൻ അൽ മുഹറമു സഫറുൻ, റബീഉനിൽ അവ്വലു, റബീഉനിൽ ആഖിറു, ജുമാദൽ ഊല, ജുമാദൽ ആഖിറത്തു, റജബുൻ, ശഅബാനു, റമദാനു, ശവ്വാലുൻ, ദുൽഖഅദതി, ദുൽഹിജ്ജതി. ഓക്കെ. ഈ മാസങ്ങളുടെ പേര് മുഅന്നസാണ് ഉസ്താദ്? മാസങ്ങളുടെ പേര് മുഅന്നസാണ്. എന്തുകൊണ്ടാ? മുഅന്നസാണ്. ആണോന്ന്? എന്തുകൊണ്ടാണെന്ന്? ആ റബീഉൽ ഊല. റബീഉനിൽ അവ്വലു എന്നല്ലേ പറഞ്ഞത്? ആ അതന്നെ. അല്ല, ജുമാദുൽ ഊല എന്ന് പറഞ്ഞത്. ഊല, ജുമാദ, ജുമാദുൽ ഊല. ജുമാദ എന്ന് പറഞ്ഞ വാക്കെന്താണ്? വാക്ക് മുഅന്നസ് അല്ലേ? ആ, അങ്ങനെ. ജുമാദ എന്ന വാക്ക് മുഅന്നസാണ്. പാറ്റേൺ എന്താണ്? മുഅന്നസിന്റെ പാറ്റേൺ. രണ്ടും വരുന്നുണ്ടല്ലേ? ഏത്? മുദക്കറും മുഅന്നസും. റബീഉൽ അവ്വലാണ് മുദക്കറായി. അതെ അതെ, മുദക്കറും മുഅന്നസും മാറി മാറി വരുന്നുണ്ട്. ഹിജ്റ കലണ്ടർ നോക്കിയതാണ്. ഹിജ്റ കലണ്ടർ കണ്ടില്ലേ? ഹിജ്റ കലണ്ടർ ഉണ്ട്. ഈ കലണ്ടർ ഉപയോഗിച്ചാൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ സൂര്യോദയം അസ്തമയമൊക്കെ ഉണ്ടാവുന്ന, അല്ല ചന്ദ്രോദയം. തഅമ്മൽ മായിലി ഇമ്മ വ ഇമ്മ. ഇമ്മയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഇമ്മ വ ഇമ്മ. അൽ ഇസ്മു ഫിൽ ലുഗത്തിൽ അറബിയ്യത്തി ഇമ്മ. അറബി ഭാഷയിലുള്ള ഇമ്മ എന്ന പദം മുദക്കറുൻ അല്ല, അൽ ഇസ്മു അല്ല, അങ്ങനെയല്ല. അൽ ഇസ്മു ഫിൽ ലുഗത്തിൽ അറബി, അൽ ഇസ്മു അതായത് നൗൺ, ദ നൗൺ, ഫിൽ ലുഗത്തിൽ അറബിയ്യത്തി അറബി ഭാഷയിൽ ഇമ്മ മുദക്കറുൻ, ഒന്നുകിൽ മുദക്കറായിരിക്കും, വ ഇമ്മ മുഅന്നസുൻ, അല്ലെങ്കിൽ മുഅന്നസായിരിക്കും. ഈ അർത്ഥത്തിൽ ഇമ്മ വരും. ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ഇമ്മ വ ഇമ്മ. അതല്ലെങ്കിൽ ഇമ്മ തസൂറുനി വ ഇമ്മ അസൂറുക്. ഇമ്മ തസൂറുനി വ ഇമ്മ അസൂറുക. ഒന്നുകിൽ നീ എന്നെ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ സന്ദർശിക്കുക. ഇബ്രാഹിമു ഇമ്മ മരീദുൻ വ ഇമ്മ മുസാഫിറുൻ. ഇബ്രാഹിം ഒന്നുകിൽ രോഗിയായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വരാത്തത്. യാത്രയിലായിരിക്കും എന്നുള്ളതാണ്. ആ, എന്താണ്? യാത്രയിലായിരിക്കും. അതെ, യാത്രയിലായിരിക്കും എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുന്നുണ്ട്. അദ്ദേഹം ഹാജരാകാത്തതിന്റെ കാരണം പറയാണ്. ഇബ്രാഹിമു ഇമ്മ മരീദുൻ വ ഇമ്മ മുസാഫിർ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. either he is sick or he is traveling. أدخل إما في 3 جمل من إنشائك. من إنشائك എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? From your composition or in your composition. 3 ജുമലിൻ മിൻ ഇൻഷായിക. നിന്റെ വാക്യത്തിൽ എന്ത് ചെയ്യുക? ഇമ്മ വ ഇമ്മ പറയുക. ഹൽ തസ്തതിഊൻ അൻ തഖൂലു മിൻ ഇൻഷായിക്കും.
ചോദ്യം മനസ്സിലായോ? മനസ്സിലായി. പറയും. ഇമ്മ ഇമ്മ ഉപയോഗിച്ച് ഉരീദു അൻ 3 വാക്യങ്ങളുണ്ട്. ഇമ്മ ഉരീദു അൻ അഷ്റബ ഷായ വ ഇമ്മ അൻ അഷ്റബൽ കൗ. അപ്പോ തിരിച്ചു പറഞ്ഞാൽ മതി. ഉരീദു ഇമ്മ അൻ അഷ്റബ ഷായ് വ ഇമ്മ അൻ അഷ്റബൽ കഹവത. ഉരീദു ഇമ്മ എന്ന് പറയാം അല്ലേ? തിരിച്ചും പറ. ഇവിടെ ഇമ്മ തസൂറുനി വ ഇമ്മ അസൂറക്ക. ഇമ്മ അഷ്റബു ഷായ് വ ഇമ്മ അഷ്റബൽ കഹവത. രണ്ടോടത്തും അഷ്റബ് എന്ന് വരണം സാർ. എന്താണ്? രണ്ടോടത്തും ഈ അതെ, രണ്ട് സ്ഥലത്തും വരണം. ഫീൽ ആവർത്തിക്കണം. ഫീൽ ആവർത്തിക്കും. കാരണം ഇമ്മ വരുന്നതോടുകൂടി എന്തായി? ബ്രേക്ക് ആയി അവിടെ. ഇമ്മ തസൂറിനി വൈമ അസൂറുക്ക എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഓക്കെ. വേറെ ഒരാൾ പറയും. തുദീറുനി തന്നെയല്ലേ വരിക അവിടെ? എന്താണ്? ഇമ്മ തുദീറുനി വ ഇമ്മ ഉദീർ അല്ല തസൂറിനി അല്ലേ? അത് ഇതാ ഞാനാണ് എന്ത് പറയും? ജാറ യസൂറു ആണ്. അപ്പൊ അസൂറു എന്ന് പറയണം. ഇവിടെ ഉണ്ടല്ലോ വൈമ അസൂറുക്ക. ഇമ്മ അസൂറു അസൂറുമൻ. അസൂർ കഴിഞ്ഞപ്പോ അസൂറിന് എന്ത് വേണം? മഫ്ഊലും ബിഹി വേണം. ഒരു ക്രിയ നമ്മൾ പറയുമ്പോൾ ക്രിയക്ക് ഫായില് മാത്രം മതി എന്ന് നോക്കാം. മഫ്ഊലും ബിഹി വേണമെങ്കിൽ മഫ്ഊലും ബിഹി പറയണം. അഷ്റബ എന്ന് പറഞ്ഞപ്പോ അതിന് മഫ്ഊലും ബിഹി വേണം. അപ്പൊ അഷ്റബ ഷായി എന്ന് പറഞ്ഞു. വിസിറ്റ് ചെയ്യുമ്പോ ആര് വിസിറ്റ് ചെയ്യുമെന്ന് പറയണം. ഞാൻ ഇമ്മ അസൂർ الدكتور الخاص او الدكتور العام واما ان ازور الدكتور العام. അപ്പൊ ഇവിടെ പക്ഷേ الدكتور الخاص എന്താണ്? ചുരുക്കി സ്പെഷ്യലിസ്റ്റ്. ഖാസ് സ്പെഷ്യലിസ്റ്റ്. او الدكتور العام ജനറൽ ഡോക്ടർ. ഓക്കെ. ഇഫ്തഹ് ഇമ്മ ബാബുൻ വ ഇമ്മ നാഫിദത്തുൻ. നാഫിദത്തുൻ. ഒന്നുകിൽ ഡോർ തുറക്കുക അല്ലെങ്കിൽ ജനൽ തുറക്കുക. വേറെ വരട്ടെ. കയറുമായിരിക്കും. അൽ ഹർബു. അപ്പൊ ഇമ്മ ഇഫ്താർ എന്നും പറയണ്ട അവിടെ? وإما يفتح النافذة وإما يفتح الباب. അപ്പൊ അവിടെ ഇഫ്തഹ് ആദ്യം പറഞ്ഞിട്ട് ഇമ്മ ഇഫ്തഹ് ഇമ്മ അത് പറ്റില്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പക്ഷേ ഇസ്മു പറയുമ്പോ അങ്ങനെ പറയാല്ലേ? കാരണം നമ്മളെ ഒന്നാമത്തെ ഉദാഹരണത്തിൽ അങ്ങനെയല്ല. അല്ല ഇസ്മു ഫി ലോകത്തിൽ അറബിയത്തു ഇമ്മ മുദക്കറും വ ഇമ്മ മുഅന്നസ്. പക്ഷെ ഫീല് പറയുമ്പോഴേ പ്രശ്നമുള്ള. അതെ, ഫെയില് പറയുമ്പോഴാണ് വ്യത്യാസം. ഫെയില് പറയുമ്പോൾ ഫെയിൽ ആവർത്തിക്കണം. ഇവിടെ ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് പിന്നെ ജുംല ഇസ്മിയാണ്. ഫെയിലില്ല. ഇമ്മ മുദക്കറൻ വ ഇമ്മ മുഅന്നസ്. ഒന്നുകിൽ മുദക്കറാണ് അല്ലെങ്കിൽ മുഅന്നസാണ്. അൽ ഹർബു. അൽ ഹർബ് എന്താണ്?
അത് മുഅന്നസത്താണ്. അൽ ഹർബു മുഅന്നസത്തുൻ, മുദക്കർ അല്ല, എന്താണ്? മുഅന്നസത്താണ്. തഖൂലുൽ അൽ ഹർബുൽ ആലമിയ്യത്തു, അതുകൊണ്ടാണ് അൽ ഹർബുൽ ആലമിയ്യത്തു എന്നാണ് പറയുക. ആലമി എന്നല്ല പറയുക, ആലമിയ്യത്തു എന്നാ പറയുക. അൽ ഹർബുൽ ആലമിയ്യത്തു, അൽ ഹർബുൽ ആലമിയ്യത്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധല്ലേ, യുദ്ധമാണ്. യുദ്ധം. അപ്പൊ അൽ ആലമിയ്യത്തു എന്ന് പറഞ്ഞാൽ ലോകമഹായുദ്ധം, ലോക അത് തന്നെ. അൽ ആലമിയ്യത്തു വേൾഡ് വാർ. അൽ ഹർബുൽ ആലമിയ്യത്തു വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാർ. അൽ ഹർബുൽ അൽ ഊല ഊല ഫസ്റ്റ്. ഊല വന്നു. അപ്പൊ ആലമീയത്ത് ആയതുകൊണ്ട് പിന്നെ അതിന്റെ വിശേഷണം വരുമ്പോൾ അത് ഊല എന്നാ പറയാ. പിന്നെ ബാർ ഇട്ടിട്ട് അടുത്ത വാക്ക് ഇങ്ങനെ വായിക്കും ഔ. ഔ. അപ്പോ അൽ ഹർബുൽ ആലമീയത്തുൽ ഊല അവിസാനിയത്തു, ആ. അങ്ങനെയാണ് നീ പറയേണ്ടതെന്നാ പറഞ്ഞത്. തഖൂലു, നീ പറയണം. ഓർ യു ക്യാൻ സേ അൽ ഹർബുൽ ആലമീയത്തുൽ ഊല അവിസാനിയത്തു, ഒന്നാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം. അങ്ങനെയാണ് അൽ ആലമീയത്തു എന്ന് സ്ത്രീലിംഗമായിട്ടാണ് പറയുക. കാരണം അൽ ഹർബ്, ഹർബ് എന്ന വാക്ക് അത് സ്ത്രീലിംഗമാണ്. അല്ലെങ്കിൽ അൽ ഹർബുൽ അഹ്ലിയത്തു, അഹ്ലിയത്ത് എന്താ? ആഭ്യന്തര യുദ്ധം. അത് തന്നെ, ആഭ്യന്തര യുദ്ധം. ആ, അഹ്ലിയത്ത് കുടുംബകലഹം എന്ന് പറഞ്ഞ പോലെ. ഞാനത് ചിന്തിച്ചില്ല. അഹ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്ലി കുടുംബമല്ലേ? വീട്, കുടുംബം. ആ. നമ്മൾ പറയില്ല എന്താ വീട്ടിന്റെ ആഭ്യന്തര കാര്യമാണെന്ന് പറയില്ലേ അത്. ഉം, ഉം. എന്ന് പറഞ്ഞ പോലെയാണ് അഹ്ലിയത്ത്. ചില സന്ദർഭത്തിൽ നാഷണൽ എന്ന അർത്ഥത്തിലും അൽ അഹ്ലിയത്ത് ഉപയോഗിക്കും. അൽ ബങ്കുൽ അഹ്ലിയ, നാഷണൽ ബാങ്ക്. അൽ ഹാദി വശരീൻ, ഹാത്തി മുലാര. ബാങ്കിന് അങ്ങനെ അൽ ബാങ്ക് എന്ന് പറയോ? അൽ ബങ്ക് എന്നാണ് പറയാ. അൽ ബങ്ക്, അൽ ബങ്കുൽ നമ്മൾ അഹ്ലി. വേറൊരു വാക്കല്ലേ പഠിച്ചിട്ടുള്ളത്? അൽ മസ്രിഫി എന്ന് പറയാം, അൽ മസ്രിഫ്. അല്ല പിന്നെ സർ, എല്ലാ വേറൊരു മാതൃക വാക്ക് വാക്കുണ്ട്. വന്നപ്പോഴത്തേക്ക് എല്ലാം എന്തായി? ബങ്ക്, ബങ്കു റിയാദ് എന്നാ പറയാ. പിന്നെ അതായത് ഈ മസ്രിഫ് എന്ന് പറഞ്ഞ വാക്ക് കുറച്ച് ടെക്നിക്കലി, അതെന്താണ്, ടെക്നിക്കലി വീക്കാണ്. ആ, ആ. സാങ്കേതിക അർത്ഥത്തിൽ ബങ്ക് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. നമ്മള് ധനകാര്യ സ്ഥാപനങ്ങൾക്ക്, എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കില്ലല്ലോ. സഹകരണ സംഘങ്ങൾ ബാങ്ക് ആക്കിയപ്പോൾ അത് ബാങ്ക് ഉപയോഗിക്കണോ വേണ്ടെന്നൊക്കെ തർക്കം വന്നില്ലേ? ഉം, ഉം. അപ്പൊ അതുപോലെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ബാങ്ക് എന്ന ടെക്നിക്കൽ വാക്ക് തന്നെ ബാങ്കുകാർ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അതുപോലെ ബാങ്ക്, ബസ്സിന് ബാങ്ക്, അതുപോലെ ബാങ്ക് റിയാദ് എന്നാ പറയാം. മസ്ജിദ് ബാങ്ക് റിയാദ് എന്ന് പറയും. അതേസമയം അൽ മസ്രിഫി, അൽ ബങ്കുൽ മസ്രിഫിയത്തുൽ റാജിഹി എന്നാണെന്ന് തോന്നുന്നു. അതിനകത്ത് മസ്രിഫിയത്ത് അൽ റാജി ബാങ്കില് ചിലതിൽ കാണാം. എന്താ പറഞ്ഞേ? ബസ്സിന് ഇതുപോലെ ഹാഫിലത്ത് എന്ന് പറയുന്നതിന് വരെ ബസ് എന്ന് പറയാറുണ്ടല്ലോ, നമ്മൾ പുസ്തകം അതെ അതെ, പഠിപ്പിച്ചില്ലേ? ഹാഫിലത്ത് എന്ന് പറയുന്നതിന് പകരം ബസ് എന്ന് പറയും. അൽബാസ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞിപ്പോ എല്ലാം എന്തായി? ഇംഗ്ലീഷുകാരുടെ അധീനതയിലായി. യഥാർത്ഥത്തിൽ എല്ലാ വാക്കിനും തുല്യമായ അറബി പദങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയും അതുപോലുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അഡിക്റ്റ് ആയതുപോലെ അവരും എന്തായിട്ടുണ്ട്? അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അൽ ബാസു എന്ന് പറയോ അതോ അൽ ബസു എന്ന് പറയോ? ബസ് അല്ല, അൽ ബാസ് എന്നാ പറയാ. ബാങ്കിന് അൽ ബാങ്ക് എന്നല്ല പറയാ, അൽ ബാങ്ക് എന്നാ പറയാ. അൽ ഹാദി വശരീൻ, ഹാത്തി മുദാരി അൽ അഫ്ആൽ അൽ ആതിയ. ഹവാ യഹ്വി. ഹവ, ഹവ യഹ്വി. ലദഗ,
ലത പഠിച്ചിട്ടുണ്ടല്ലോ. ലത ഒരു ലതക എന്താ അർത്ഥം? കുറച്ച് മുമ്പ് പഠിച്ചത്. എന്താ ലാ കുത്തുക യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ മറത്തൈൻ. കുത്തുക എന്നുള്ളതല്ല. എന്താ ആ എന്താ പറയാ, പാമ്പ് കൊത്തില്ലേ? ക്ഷുദ്രജീവികൾ കൊത്തുന്നതിനാണ് ലതക എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ലതക യൽദഗു. ഖബല ഇഖ്ബൽ. ഖബല ഇഖ്ബൽ. ഖബല എന്താണ്? ഖബല യഖ്ബിലു. ഇഖ്ബിലു. നസബ. അബല എന്താണ് അർത്ഥം? ഖബല എന്താ അർത്ഥം? ഖബലത്തു ഖബലത്തൻ മിൻ അസരി റസൂലി. വായിച്ചിട്ടില്ലേ? യഖ്ബിലു പിടിക്കും, പിടിച്ച് അല്ല, ചുരുട്ടുക എന്നോ അർത്ഥം ഉണ്ടോ? പിടിക്കുക. യഖ്ബിലു യബ്സുത്തു പറയണില്ലേ? അതെ. റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. നസബ ഏതാണ്? നസബ നസബ. നാട്ടിൽ നടത്തം. ആ അതെ. നസബ. ഫൈദാ ഫറഗത ഫൻസബ്. നുസിബത്ത് എന്നൊക്കെ പറയുന്നല്ലേ? എൻസുബ്. ഫൈദാ ഫറഗത ഫൻസബ്. ആ നസബ യൻസബു. വർക്ക് ചെയ്യാന്നുള്ള അർത്ഥം. അപ്പൊ അവിടെ അർത്ഥം എന്താ എന്താണ്? ഉസ്താദേ ഇവര്? വർക്ക് ചെയ്യാന്നുള്ള അർത്ഥം. നസബ എന്ന് പറഞ്ഞാല് ഫൈദാ ഫറഗത ഫൻസബ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ആകുക എന്ന് പറയും. നസബ എന്ന് പറഞ്ഞാൽ നാട്ടി എന്ന് അർത്ഥമുണ്ട്. ആ, പക്ഷെ ഇവിടെ നസീബ മറ്റേ യൻസബ്. അത് നസീബ യൻസബു. മറ്റേ നസീബാണ്. ആ, ഓക്കെ. നസീബ യൻസബു നാട്ടി. നസബ യൻസബു ഇൻവോൾവ് ആയി. നസബ എൻസബു. നസീബ യൻസബു നാട്ടി. നസബ യൻസബു ഇൻവോൾവ് ആയി. നസീബൻസ്. സറക മോഷ്ടിച്ചു. സറക. യസ്രിഖു. യസ്രിഖു. قال الله تعالى فإن سرق فإن يسرق فقد سرق أخ له. സഹോദരൻ. فإن يسرق എന്നല്ലേ പറഞ്ഞത്? ബിന്യാമിന്റെ കാര്യം പറഞ്ഞപ്പോഴേ സഹോദരന്മാരെന്താ പറഞ്ഞത്? فإن يسرق فقد سرق أخ له. ബിന്യാമിൻ മോടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കാക്കായും മോടിച്ചിട്ടുണ്ട്. സ്വലബ. യസ്ലിബു. ആ എന്താർത്ഥം? കുരിശില് നിറച്ചു. സൊലബ കുരിശിലേറ്റി. അതെ. മാ സ്വലബൂഹു. മാ ഖത്തലു മാ സലബു. അപ്പൊ സ്വലബ എന്താ പറഞ്ഞ? സർറേണോ? സ്വലബയുടെ മുതാരി യസ്ലിബു. യസ്ലിബ്. യസ്ലിബു. മനഅ യംനഉ. യംനഉ. സറ യസ്സിറു. യസിറു. യസിറാണ്. സർവാണ് സന്തോഷിച്ചു. ആ എന്താണ്? എന്താണ്? സന്തോഷം. യസുറു. യസുറു. യസ്സിറുന്ന സാർ. യസുറു. യസ്സിറു.
അർത്ഥം എന്താ പറഞ്ഞത്? യസ് സന്തോഷിക്കുന്നാണോ? ആ സർറ സന്തോഷിച്ചു. സർറ യസുറു. ഹാത്തി ജമ്മ അൽ അസ്മാ ഇല്ലാത്തിയ ഹർബുൻ. ഹർബുൻ, ഹുറൂബുൻ. ആ എന്താണ്? ഹർബുൻ ഹറൂബുൻ. ഹുറൂബുൻ തന്നെയാണല്ലോ. ജഹ്റുൻ ജഹ്റുൻ. ജുഹൂറിന് വരുമോ? ആ താഴോട്ട് നോക്കുക. വസനാണെങ്കിൽ ഹർബിൻ കഴിഞ്ഞിട്ട് താഴോട്ട് വസനൻ അവസാനും അവസാനം വരുമോ? അവസാനം. ഖുറാൻ തന്നെ ഉണ്ടല്ലോ അസ്നാം അല്ലേ? അതല്ലേ സാധനം? അവസാൻ അവസാൻ. ഉം. അസ്നാം ഹിദ എന്നുള്ള അർത്ഥമല്ലേ വരിക ഉസ്താദെ? ഇതാണ്. അസ്നാം എന്നുള്ള അർത്ഥമല്ലേ വരിക? അതെ 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 അർത്ഥം സ്വനമുൻ അസ്നാമുൻ എന്ന അർത്ഥം. വസനുൻ അവസാൻ. ഹിദാഉൻ ഹൃദയ ഹിദിയ അല്ല ഷൂ ഷൂ അല്ലേ? ഹൃദയ അഹ്ദിയത്തുൻ. ഹൃദയത്ത് അഹ്ദിയത്തുൻ. ആ അഹ്ദിയത്തുൻ. ദൻബാണെങ്കിലോ ദുനൂബ് 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 ദൻബുൻ ദുനൂബുൻ. ഇത് ദീനും എന്നല്ലേ ഉസ്താദ്? ഇവിടെ ദൻബുന്നല്ലല്ലോ. അല്ല സോറി ഹിദായ അപ്പുറത്ത് വരുമ്പോൾ ദീനിന് കഴിഞ്ഞാല് ദീനുൻ. ദീനുൻ. അധിയാനോ ആ ദീനുൻ അദിയാന് മതങ്ങൾ. ജൊഹറുൻ ജുഹൂറുൻ. ദൻബുൻ ദുനൂബുൻ. ആ ജൊഹറിന്റെ ജഹാറത്തുൻ എന്നാണ്. എന്താ ഉസ്താദെ? ജിഹാറത്തുൻ. ജഹറത്തുൻ ജഹ്റുൻ ജഹറത്തുൻ. അപ്പൊ കെസറാണ് വരിക ജീമിന്? അതെ ജിഹറത്തുൻ. അവിടെ ജഹറത്തുൻ പിന്നെ സുക്കൂന് ജഹറത്തുൻ. അല്ലേ? അതെ അതോ പിന്നെ ജഹറത്തുൻ സുക്കൂന്? ഹാന് ഫതഹ്. ഓ ജിഹറത്തുൻ. ദൻബുൻ ദുനൂബ്. ഷാഹിനത്തുൻ. ഷാഹിനാത്ത് ആ ഷാഹിനത്തുൻ അത് താഴെ അവസാനിക്കുന്നുണ്ട്. ഷാഹിനാത്തുൻ പറയാം. മൽബസുൻ മലാബിസ്. മലാബി സു സു മാത്രമേ ഉള്ളൂ. മലാബിസു. ഖാഇദത്തുൻ. ഖാഇദത്തുൻ ഖാഇദാത്ത് ഖവാഇദും ആണോ? ഖവാഇദു വഇദ് യർഫഉ ഇബ്രാഹിം അൽ ഖവാഇദ. ജാസൂസ് ജാസൂസ് ജവാസി ജവാസീസു. ജവാസ്. ജവാസീസു ജവാസീസു ഏത് വചനാണ്? മസാക്കീനു. ആ. മസാക്കീനു പോലെ ഗൈർ മുൻസരിഫാണ് ജവാസീസു. നിസ്സുൻ ഉസൂഫുൻ. ലിസ്റ്റുൻ ലുസൂഫുൻ. ഈ ബഹുവചനങ്ങളും നമ്മൾ കുറെ നാൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ബഹുവചനങ്ങൾക്കൊക്കെ പാറ്റേൺ ഉണ്ടാവും, കോമൺ പാറ്റേൺ ഉണ്ടാവും. ഹദീസുൻ ഹദീസ് അഹാദീസു. സു അഹാദീസു. ജുഹർ എന്നുള്ളത് ജുഹൂറിനല്ലല്ലോ ജിഹറത്തിന് ജൊഹറിന് രണ്ട് ക്രിയാധാതുവാണ് ഉള്ളത്. ഒന്ന് അഹ്ജാർ അല്ലെങ്കിൽ ഹിജാറത്ത്. എന്താണ് ജി ആണ് ആദ്യമുള്ളത്. ജഹാറത്തുൻ അജ്ഹാറുൻ. ജഹാറത്തുൻ വ അജ്ഹാറുൻ. ജമ്മല്ലേ കിറാത്ത്. അതെ നിങ്ങളെ നോട്ട്ബുക്കിലുണ്ട് കേട്ടാ. ഇതില് കിട്ടിയില്ലേ? അതിനകത്തുണ്ട്. ആ ജഹാറത്തുൻ ജഹാറത്തുൻ വ അജ്ഹാറുൻ. ലിസ്റ്റുൻ ലുസൂസുൻ ഹദീസുൻ അഹാദീസുൻ. أدخل كل كلمة مما يأتي في جملة مفيدة. جملة ما معنى جملة مفيدة؟ യൂസ്ഫുൾ. യൂസ്ഫുൾ സെന്റൻസ് എന്നാണ് പറയാ. നമ്മൾ എന്താ ജുംല മുഫീദ എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് സെന്റൻസ് എന്നാണ് പറയുന്നത്. ജുംല മുഫീദ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെന്റൻസ്.
കംപ്ലീറ്റ് സെന്റൻസ് കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്താണ് യൂസ്ഫുൾ കണ്ടന്റ് ആയിരിക്കണം. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതേ വാക്ക് തന്നെ അവർ ഉപയോഗിക്കണമെന്നില്ല. അതിന്റെ ഏതെങ്കിലും ഒരു രൂപം ഉപയോഗിച്ചാൽ മതി. സല്ല എന്നുള്ളതിന് അതിന്റെ കൽപ്പന ക്രിയ ഉപയോഗിക്കാം, അപ്പന ക്രിയ ഉപയോഗിക്കാം. എങ്ങനെ? ഇപ്പൊ ഇവിടെ ഒന്നില്ലേ, അദഖൽ കുല്ല കലിമത്തിൻ മിമ്മ യഅതി ഫീ ജുംലത്തിൻ മുഫീദത്തിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് ജുംല മുഫീദയിൽ ഉപയോഗിക്കുമ്പോ സല്ല എന്ന വാക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു. അതിലെ അതേ വാക്ക് തന്നെ ഉപയോഗിക്കണമെന്നല്ല പറഞ്ഞിട്ടുണ്ടാകും. ഉപയോഗിക്കാം, മുലാരി ഉപയോഗിക്കാം, അമ്ര ഉപയോഗിക്കാം, അതിന്റെ ഏതെങ്കിലും രൂപം ഉപയോഗിച്ചാൽ മതി. അതേപോലെ അൽ ഹർബ് പറഞ്ഞപ്പോ അൽ ഹർബിന്റെ ഏകോപനം ഉപയോഗിക്കാം, ബഹുവിനെ ഉപയോഗിക്കാം. മുഅളം എന്താണ്? മുഅളം മാക്സിമം എന്നല്ലേ? മാക്സിമം അല്ല, അല്ല, ബഹുഭൂരിപക്ഷം. അത് തന്നെ, ബഹുഭൂരിപക്ഷം. അപ്പൊ രണ്ടും അർത്ഥം ഒന്നാവോ? ഇല്ല അല്ലെ? എങ്ങനെ? മാക്സിമം ബഹുഭൂരിപക്ഷവും മാക്സിമം ഒരുപോലെയാണ്. ഇല്ല, മാക്സിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും അല്ല. വരില്ലേ? അറിയില്ല. മാക്സിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതെന്നല്ലേ പറഞ്ഞു? ഏറ്റവും കൂടിയത്, ഏറ്റവും കൂടുതലാണ് മാക്സിമം, പരമാവധി. മുഅളം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം. ബഹുഭൂരിപക്ഷം. അതെ, രണ്ട് വ്യത്യാസം. രണ്ടും പ്രയോഗത്തിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇബിന് കഥാ വക്കഥ എന്ന് പറഞ്ഞാൽ ഇബിന് കഥാ വക്കഥ സനത്തൻ. നമ്മൾ 64 65 വയസ്സുള്ള ആളാന്ന് പറഞ്ഞില്ലേ, അതിനാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്. അപ്പം ഫാത്തിമ പറയുമ്പോ എന്ത് പറയണം? എങ്ങനെ? ഇബിന് കഥാ വക്കഥ എന്ന് പറയുമ്പോ എന്ത് പറയും? ഒന്നും മനസ്സിലാവില്ല. ഫാത്തിമ ഇബിന് കഥാ വക്കഥ എന്നാണ് പറയാ. ഇബിനു സിത്തീന സനത്തൻ എന്ന് പറയുമ്പോ ഫാത്തിമ ഇബിനു സിത്തീന എന്നാ പറയാ. ഇബിനത്ത് പറയണ്ടേ? മറിയം പറഞ്ഞപ്പോ മറിയം അബിനത്ത് എന്നല്ലേ പറഞ്ഞത്? അത് ശരിയാ. ഈസ പറഞ്ഞപ്പോ ഈസബിന് മറിയം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇബിനത്തു. ഞാൻ പറയാണ്, ഫാത്തിമത്തു ഇബിനത്തു സിത്തീന സനത്തൻ. ഇബിനത്തു എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശം? ഇബിനത്തു അല്ലെങ്കിൽ ഇബിനു എന്നൊക്കെ പറയും. അതെ, അത് മറന്നുപോയോ? ഉദാഹരണം പറയാം, 63 വയസ്സായിരിക്കെ വയസ്സായ ആളാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയുന്നു. അതൊക്കെ മറന്നുപോയോ? എന്നിട്ട് നമ്മൾ പറഞ്ഞു ഞാൻ ഇളയ ആളാണ്, നിങ്ങളൊക്കെ പ്രായമുള്ള ആളാണെന്ന് പറഞ്ഞില്ലേ? എല്ലാം ഞാൻ മാത്രമേ കുട്ടിയുള്ളൂ, നിങ്ങളെല്ലാം വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞു. പിന്നെ ഉബിലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഇബ്നു സലാസിൻ വസിത്തീന സനത്തൻ എന്ന് പറഞ്ഞു. അതെ, 63 വയസ്സായപ്പോൾ വഹബിനു സിത്തീന സനത്തൻ, അദ്ദേഹം ഇത്ര വയസ്സുള്ള ആളായിരിക്കുമ്പോൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മുഅന്നസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇബിനു എന്നതിന് പകരം ഇബ്നത്ത് എന്ന് പറയണ്ടേ? ഈ ഇവിടെ കഥ എന്ന് പറഞ്ഞാൽ ഇന്ന എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അത് തന്നെ, മലയാളത്തിൽ ഇന്ന അല്ലെങ്കിൽ ഇന്നാൽ ഇന്ന എന്ന് പറയുന്നതിനാണ് കഥ വക്കഥ. അതേപോലെ ഫുലാൻ ഉപയോഗിക്കും. ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന ആൾ. കഥ വക്കഥ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എന്നാണ്. ഫുലാൻ എന്ന് പറഞ്ഞാൽ അല്ല, ഇബിന് ഫുലാൻ എന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ പറയാൻ പറഞ്ഞത്. അല്ല, ഇബിന് ഫുലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് അയാൾ പറഞ്ഞു. നാസറു അനബിന് ഫുലാനിൻ എന്ന് പറയാം. നാസർ പറഞ്ഞു ഞാൻ ഇന്ന ആളുടെ മകനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആളുടെ പേര് പറഞ്ഞില്ല, ഫുലാൻ.
അങ്ങനെ പറയാം. എങ്ങനെ? ഒരു ആശയം പറയാൻ വേണ്ടിയല്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ഒരു ചോദ്യമല്ലേ? ഇബിന് കഥാ കഥ സനത്തൻ, ഞാൻ ഇപ്രകാരം ഉള്ള പ്രായമുള്ള ആളാണ് എന്ന് പറയാമെന്ന് ഇബിനും ഉപയോഗിച്ച് ഇബിനും സനത്തും ഉപയോഗിച്ചിട്ട് മധ്യത്ത് എന്ത് ചെയ്യണം? വർഷം ഉപയോഗിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് നിങ്ങളെ ഗ്രൂപ്പിൽ എഴുതിയടി. ഉസ്താദ് അത് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു തരും ഇപ്പൊ. എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഇപ്പം നാസർ പറഞ്ഞല്ലോ. നാസർ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്ക്. ഫാത്തിമത്ത് ഇബ്നത്തു സിത്തീന സിനത്തിൻ. ആ, സനത്തൻ സനത്തൻ. കുറയ്ക്കണ്ട കേട്ടാ. വേഗം മരിച്ചു ഇത് വാക്യത്തിൽ പ്രയോഗിക്കാൻ അതല്ലോ വരുന്നത്. അതെ, അദ്ഖിൽ കുല്ല കലിമത്തിൻ മിമ്മാ യഅതി ഫീ ജുംലത്തിൻ മുഫീദത്തിൻ. ഒരു കംപ്ലീറ്റ് സെന്റൻസിൽ ഉപയോഗിക്കുക, ഒരു പൂർണ്ണ വാക്യത്തിൽ പ്രയോഗിക്കുക. യൂസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ എ സെന്റൻസ്. സുറന്റെ അർത്ഥം പറഞ്ഞു. സൊല്ലത്തുൽ സുറ എന്താണെന്ന് എന്താണ്? സർവയസുറു സന്തോഷിച്ചു. ആ, സർറ യസുറു സന്തോഷിക്കൂ. സന്തോഷിച്ചു. സുറ സന്തോഷിക്കൂ. സന്തോഷവാനായി. കൽപ്പനയല്ലേ വരിക? സന്തോഷിക്കപ്പെട്ടു എന്നല്ലേ? സന്തുഷ്ടനായി. സന്തുഷ്ടനായി. അല്ല നമ്മള് ഇത് പഠിച്ചിട്ടില്ല. കൽപ്പന സുറി സുറു എന്നല്ലേ വരെ. അല്ലല്ല, ഇവിടെ അതന്നല്ലേ? ഇവിടെ സുറാണല്ലോ. അതന്നല്ലേ വന്നുള്ളത് ഇവിടെയും? ഇവിടെ സന്തോഷവാനായ എന്നുള്ള അർത്ഥമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പാസ് ചെയ്ത് അങ്ങനെ എന്തോ ഒരു വാക്ക് സെന്റൻസ് വന്നു എനിക്ക് തോന്നുന്നു. സന്തോഷിപ്പിക്കപ്പെട്ടവൻ അങ്ങനെയാണ്. അങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. സുറ സന്തോഷിപ്പിക്കപ്പെട്ടവനായി. സന്തോഷിപ്പിക്കപ്പെട്ടവനായി എന്നുള്ളതല്ലേ കറക്റ്റ്? അതെ, സന്തോഷിക്കപ്പെട്ടവനായെന്ന് പറഞ്ഞാൽ എന്താ? സന്തുഷ്ടനായി. അല്ല, പാസീവ് വോയിസ് ആവുന്നു. പാസീവ് വോയിസ് ആണ്. പക്ഷെ ഞാൻ സന്തോഷിക്കപ്പെട്ടവനായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റെന്തോ ഒരു വിഷയത്തിൽ ഞാൻ എന്തായി? സന്തുഷ്ടനായി എന്നർത്ഥം. ഞാൻ സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കാര്യത്താൽ സന്തോഷിച്ചു. ആരോ എന്നെ സന്തോഷിപ്പിച്ചു, ഞാൻ സന്തോഷിച്ചു. അപ്പൊ എന്തായി? ആരോ എന്നെ സന്തോഷിപ്പിച്ചപ്പോ ഞാൻ സന്തുഷ്ടനായി. ഇപ്പൊ ഇതനുസരിച്ച് നമ്മളോട് സെന്റൻസ് ഉണ്ടാക്കാനാണോ പറഞ്ഞത്? അതെ അതെ. ഉറങ്ങുന്ന സെന്റൻസ് ഉണ്ടാക്കുന്നോ? ഒരു സെന്റൻസ് പറയും. സൊല്ല ഉപയോഗിച്ച് ഒരു സെന്റൻസ് പറയും. നമസ്കരിച്ചു. സലാത്തെങ്കിലും നടക്കട്ടെ. സൊല്ലി ബിനയാണ്. സൊല്ലാ ബിനയല്ല. യാ ഷേഖു ആണെങ്കിൽ സൊല്ലി ബിന എന്ന് പറയണം. സൊല്ലാ ബിന ഷേഖു നിജൂം അബ്ദുൽ വാഹിദ് എന്ന് പറയാം. അല്ല, ഈ സൊല്ല കൊണ്ട് വാക്യത്തിൽ പ്രയോഗിക്കാൻ പറയുമ്പോ സൊല്ലി നമുക്ക് ഉപയോഗിക്കാം. കൽപ്പനക്രിയ ഉപയോഗിക്കാം. അത് സൊല്ലി എന്ന് പറയുമ്പോൾ കൽപ്പനക്രിയ വന്നാൽ സൊല്ലി ബിന യാ ഷേഖു. യാ ഷേഖു എന്ന് പറയുമ്പോഴത്തേക്ക് കൽപ്പനയാണല്ലോ, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണല്ലോ. അപ്പൊ സൊല്ലി എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അൽആന തദ്റുസു. അൽആന തദ്റുസു. അൽആന ലാ തുസല്ലീന. ഇപ്പൊ നമസ്കരിക്കല്ല. അൽആന തദ്റുസു. അപ്പൊ ഉസല്ലി നമസ്കരിച്ചു. അൽആന അദ്റുസു. സോറി. സൊല്ലൈതു. അല്ല സൊല്ലൈതു ഇശാ അസ്സാഅത്ത സാമിനത എന്ന് പറയാം. ഞാൻ 8 മണിക്ക്. അപ്പൊ എന്താവുള്ളൂ? സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അല്ല, സ്വല്ലത്ത് എന്നല്ലേ പറയണ്ടുള്ളൂ ഉസ്താദേ. സ്വല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്തായി? അവള് നമസ്കരിച്ചു എന്നാണ്. അയ്യോ, അവളായില്ലേ? ഓക്കെ. അപ്പൊ സൊല്ലീത്തു. ഇങ്ങനെ ചോദിച്ചാൽ കബില ദർസി. കബില ഫസ്ൽ എന്ന് പറയാൻ പറ്റില്ല. കബില ദർസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഫസ്ൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്? ആ ഒരു പിന്നെ ക്ലാസ് റൂമാണ്.
ദർസ് എന്നതാണ് അതിന്റെ ആ സംഭവത്തെ സൂചിപ്പിക്കുന്നത്. ഉം. ഉം. قبل ദറാസത്ത് بداية الدرس. ഉം. صليت العشاء. طيب രണ്ടാമത്തെ വാക്ക് സറഖ. സറക്ക. സറഖ മോഷ്ടിച്ചു അല്ലേ? ആ മൻ സറക്ക കിതാബുക. മൻ സറഖ കിതാബുക. എന്റെ കിതാബ് ആരും മോഷ്ടിച്ചില്ല. അല്ല വാക്യത്തിൽ പ്രയോഗിച്ചൊന്നുമില്ല. വാക്യത്തിൽ ഉപയോഗിച്ച് പറഞ്ഞാണ്. അത് ശരി. അല്ല നിങ്ങളെ പുസ്തകം മോഷ്ടിച്ചാലും പറഞ്ഞാൽ പോരായിരുന്നു. എന്റെ പുസ്തകം മോഷ്ടിച്ചാലും പറഞ്ഞെന്ന് ചോദിച്ചത്. സറഖത്ത് കിതാബുഹ. കിതാബ പുല്ലിംഗ അപ്പൊ സറക്കത്ത്. സറക്കത്ത് എന്ന് പറഞ്ഞാല് സറക്കത്ത് ലൈല കിതാബൽ ഒരാളുടെ പേര് പറയാം. കിതാബു സൈനബ. കിതാബ് സുആദ്. കിതാബ് കിതാബ സുആദ് അല്ലെങ്കിൽ സൈനബ. സൈനബി എന്നാണ് വരേണ്ടത്. കിതാബ് കഴിയുമ്പോൾ ഇളാഫത്താണ് വരേണ്ടത്. അപ്പൊ സൈനബിന് പക്ഷെ വരില്ലല്ലോ. സേഫ് ആയതുകൊണ്ട് സൈനബ. മന തടഞ്ഞു. എന്തിനെ തടഞ്ഞു? ഒന്നുമില്ലേ, പണിഞ്ഞു. തടയരുതെന്ന് പറഞ്ഞോ. മേടെന്നുള്ള അത് സ്വനായാണ്. ഇത് മനായാണ്. സ്വന തടഞ്ഞു. മാനുഫാക്ചേർഡ്. മനഅ മന ഹാമിദൻ തടഞ്ഞു. ഫിൽ ബാബ്. മനഅ ഹാമിദൻ അലൽ ബാബ്. മന ഹാമിദൻ. ഉം. മൻ മന ഹാമിദൻ. മുദർരിസ് മനഅ ഹാമിദ്. മന അൽ മുദരിസു ഹാമിദൻ ഇൻദൽ ബാബ്. ഇന്ദൽ ബാബ്. എന്തൽ? അലൽ ബാബ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഇൻദൽ ബാബ്. ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു പഠിക്കുക. ഒരു വാക്യം പറയുമ്പോഴേ നമുക്ക് മിസ്റ്റേക്ക് എവിടെയാണ് ശരി എവിടെയാണെന്ന് അറിയാൻ പറ്റും. സുറ പറയുമ്പോ സുറ പറഞ്ഞത് മനസ്സിലായില്ലേ? സുറ സന്തുഷ്ടനായി എന്നാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ സന്തുഷ്ടനാണ് എന്ന് പറയുമ്പോൾ എന്ത് പറയും? സുറത്ത് അല്ല, ഞാനാണ് സുറത്തു. സുറയുടെ ക്രിയാരൂപങ്ങൾ സുരിർത്തു. അല്ല, വന്നു വനന്ത വനന്തു എന്നല്ലേ വരിക. അപ്പൊ സുറ സുറു സുര്യർത്തു സുര്യർത്ത സുര്യർത്തും സുര്യർത്തു സുര്യർത്തും സുരിർത്തു ദർസൽ യൗം. സുര്യർത്തു ബി വേണം. സുറയുടെ കൂടെ എന്ത് വേണം? സുറയുടെ കൂടെ ബി വേണം. എന്തിൽ സന്തുഷ്ടനായി? സുരിർത്തു ദർസിൽ യൗമ. ബി ദർസിനൽ യോം അല്ലെങ്കിൽ ബി ദർസി. യോം വരുമ്പോഴത്തേക്ക് ബി ദർസിനൽ യോം. നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ സുരിർത്തു ബിദ്ദർസി എന്ന് മാത്രം മതി. അല്ലെങ്കിൽ ബിദ്ദർസി. ബിദ്ദർസിൽ യോമാന്ന് പറയാം, കുഴപ്പമില്ല. بالأخبار. أنا ما سررت بالأخبار هذه الأيام. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഈ വാർത്തയിൽ സന്തുഷ്ടനായെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നത്തെ ഇങ്ങനെയുള്ള വാർത്തയിലൊന്നും സന്തുഷ്ടനല്ല. അതെ. പാവപ്പെട്ട ആൾക്കാരെ അടിച്ചു കൊല്ലുക, അഹങ്കാരത്തോട് വണ്ടി ഓടിച്ച് ആൾക്കാരെ കൊല്ലുക. പക്ഷേ കുറച്ച് നല്ല ന്യൂസ് ഉണ്ടല്ലോ. ഇങ്ങനെ പറയില്ലേ, മാസുരിർത്തു ഹാദിഹിൽ അഖ്ബാറ മാസുരിർത്തു. നല്ല വാർത്തയുണ്ട്. ചില ആൾക്കാർ ചില സഖ്യകക്ഷിയെ വിട്ട് വേറെ സഖ്യകക്ഷിയിലേക്ക്. അല്ല, ഇന്നിപ്പോ എന്താ ചീഫ് ജസ്റ്റിസ് പറഞ്ഞില്ലേ? പിന്നെ ഏതാണ് ഇതിന്റെ മോദിയുടെ അമിത് ഷായുടെ ഒക്കെ എന്തിനു പറ്റിയായിരുന്നു പറഞ്ഞത്? അല്ല ഇതന്നെ മറ്റേ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അതിനെ കുറിച്ച് പറഞ്ഞല്ലോ. വോട്ട് ജോലിയാണോ? വോട്ട് ജോലിയല്ല. അതെ, അത് ഇതുവരെയും അനുകൂലമായിട്ട് പറഞ്ഞിരുന്ന ഇപ്പൊ അവർക്കെതിരായിട്ട് പറഞ്ഞുല്ലോ. അപ്പൊ അതൊരു നല്ല അങ്ങനെയല്ല, അവർക്ക് അബദ്ധം പറ്റിയതാണ്. അതൊക്കെ അവർക്ക് അബദ്ധം പറ്റിയതാണ്.
ചില സംഗതികളൊക്കെ ഈ എന്താ പറയാ എന്താ പറയുമല്ലോ, മുഴുവൻ മത്തങ്ങ ചോറ്റിനകത്ത് മൂടി വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. അത് കേരളക്കാർ ഇത്രയും ഇത് നമ്മൾക്കിത് പല സ്ഥലങ്ങളിലും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നിൽക്കാൻ പറ്റില്ലായിട്ടല്ല പറഞ്ഞത്. എന്നിട്ട് എന്താണ് മൂടി വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഇവര് തെരഞ്ഞെടുത്ത് കൊണ്ടുവരികയാണ്. ഒന്നൊന്ന് ചുരുക്കം ചില ചാനലുകളാണല്ലോ. അത് അങ്ങനെ കൃത്യമായി അന്വേഷിച്ചാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം സിറ്റിയിലും ടൗണിലൊക്കെ ആൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരാളുടെ പേര് ചേർത്തിട്ടുണ്ട്, ആൾ അവിടെ ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ. ഇതിപ്പം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ്. അയാൾ അവിടെ തന്നെ ഉണ്ട്, അയാളുടെ ഭാര്യയും മക്കളും വേറെ സ്ഥലത്ത് പോയി. അപ്പൊ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് പരിശോധിച്ചപ്പോഴേ കിട്ടിയുള്ളൂ. അപ്പൊ എവിടെയൊക്കെ എന്തെങ്കിലും അനധികൃതമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? തിരുവനന്തപുരം സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് പിന്നെ റെന്റ് താമസിക്കുന്ന എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അവിടെ നിന്നും ഈ ഫ്ലാറ്റിലൊന്നും പോയി അന്വേഷിക്കാൻ പറ്റില്ല. അല്ല സാർ, BJP ജയിച്ചിട്ടുള്ള കൂടുതൽ വോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം എല്ലാം നീക്കി കഴിഞ്ഞപ്പോ വോട്ട് വളരെ കുറവായില്ലേ ഇപ്പൊ? അതൊക്കെ എങ്ങനെയാണ് അവരുടെ പറഞ്ഞത്? അത് നേരെ മനസ്സിലാക്കണം. അതെ, അവിടെയുള്ള വോട്ട് എന്താണ്, ഇത്രയും പിന്നെ വോട്ടേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്രയും വോട്ടേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത്രയും വോട്ടേഴ്സ് അനധികൃതമായി കയറിക്കൂടിയവരാണ് എന്നാണ് പറഞ്ഞത്. വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഗ്രഹിക്കാം, നമ്മൾ കണ്ടെത്തണം. എല്ലാം അവർക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. എല്ലാം പറഞ്ഞാൽ അവർ ആഫീസ് അപ്പഴേ കൂട്ടും. ഓക്കെ, വാർത്തകൾ സംസാരിക്കുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷമായില്ല എന്നുള്ളതിനെ മാ സുചിർത്വം എന്ന് പറഞ്ഞല്ലോ. മാ സുചിർത്വം ഞാൻ പറഞ്ഞല്ലോ, അനമാ സുചിർത്വം എന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മാ സുരിർത്തു ഹർബുൻ. അവിടെ സുരിർത്ത് എന്തിനാ ഉപയോഗിച്ചത്? അത് പോയി ഹർബിനെ പറയും. അത് രണ്ടും ആയാലപ്പോ അല്ല, മാ സുരിർത്ത് ബിൽ ഹർബ്. അപ്പൊ ബി വെച്ച് ചേർത്ത് പറയണം. മാ ഉഹിബ്ബു ഹർബ ഹർബാന്ന് വേണം അല്ലെ? യുദ്ധത്തെ ഇഷ്ടപ്പെട്ടു. മുഅളം കുത്തില്ല ഹറബ് ശരിയാവില്ല. കുത്തില മുഅളമുൽ നാസി ഫിൽ ഹറബ് ഫിൽ ഗസ ഫിൽ ഹറബി ഗസ. യുദ്ധത്തിൽ ഒരു മുഅളമുൽ നാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അധിക പേരും മരണമടഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. കുത്തിൽ അവധിക്കപ്പെട്ടു എന്ന് അങ്ങനെ പറയാൻ കുഴപ്പമില്ല, പക്ഷെ അത് കുറച്ച് യോജിപ്പുണ്ട്. മിനൽ ഹർബി മുഅളമുൻ നാസി ബിൽ ഗസ എന്ന് പറയാം. ഗസയിലെ അധിക ജനങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഹാദിഹി ദേശത്തിൽ ഹർബു, അതൊന്നും ഹർബെന്ന് പറയാൻ പറ്റില്ല. അതിൽ കത്തിലു ഒൻവേ വധമാണല്ലോ നടന്നിരിക്കുന്നത്. എനിവേ ഹർബ് ഗസയിലെ ഹർബ് അല്ലെന്ന് അതല്ല, അല്ലാതെ കോമൺലി അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പോ പിന്നെ ഗസയെ കുറിച്ച് പറഞ്ഞപ്പോ ഗസ ഹർബ് അല്ലെന്ന് പറയാം. അടുത്തത് ഇബ്നു കദാ വകദാ സനതൻ. അഹ്മദു ഇബ്നു സിത്തീന സനതൻ. കേട്ടില്ലേ? ഉസ്താദ്, അതിന് ശരിക്കുള്ള അർത്ഥം പറഞ്ഞു തന്നേ. അത് ഇപ്പൊ പറഞ്ഞതിന്റെ ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ. ഉദാഹരണത്തിന്റെ അഹ്മദു ഇബ്നു സിത്തീന സനതൻ. അഹ്മദ് 60 വയസ്സുള്ള ആളാണ്.
ഓ അങ്ങനെ. അപ്പൊ ഫാത്തിമത്തു ഇബ്നത്തു ഹംസത്തൻ വസിത്തീന സനത്തൻ. അങ്ങനല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞത്? ഹംസത്തിന്ന് വേണ്ടേ? അതാ ഹംസത്തൻ. ഇബ്നു ഹംസത്തിൻ, ഹംസത്തിൻ. ഇബ്നത്തു കുത്തി കുത്തില ഗാന്ധി, സനത്തിൻ. കുത്തില ഗാന്ധി വഹുവ വർഷം പറയാല്ലേ സാറേ? വഹുവ ഇയർ പറയാല്ലേ? അപ്പൊ അതിന്റെ ബാക്കിയും പറയണ്ടേ? കുട്ടികളെ ഗാന്ധി അല്ല, ഗാന്ധി. ഗാന്ധി എന്ത് ചെയ്തു? അല്ല, ഞാൻ ഉദ്ദേശിച്ചു വന്നതാണ് ഗാന്ധി വധിക്കപ്പെട്ടത് ഇത്രാമത്തെ വയസ്സിലായിരിക്കുന്നതാണ്. ഇബ്നു ഇബിനു വയസ്സറിയാമായിരുന്ന സമാനിയത്വം തിസ്ഈന സനത്ത. അപ്പൊ അവിടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ട്, സനത്ത് സ്ത്രീലിംഗമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തതിനെ ചില്ലറ എന്ത് ചെയ്യണം? ചില്ലറ പുല്ലിംഗമാക്കണം. ചില്ലറ പുല്ലിംഗാണോ? പുല്ലിംഗമാക്കണം. ഇബ്നു ഹംസിൻ വസിത്തീന സിത്തീന സനത്തൻ. കുത്തില ഗാന്ധി വഹുവ ഹംസിൻ വസിത്തീന വഹുവ ഇബ്നു ഹംസിൻ വസിത്തീന. വഹുവ ഇബ്നു എന്ന് പറയില്ല, വഹുവ ബിനു. വഹുവ ബിനു. ഓക്കെ. സലാസമിയത്തിൽ എന്താണ് പ്രത്യേകത? സലാസിനോട് കൂടിയിട്ട് മീ എഴുതണം. പിന്നെ മജ്റൂറുൻ ബിൽ ഇളാഫത്തി. സലാസു മിഅത്തിൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ജർറി ചെയ്യപ്പെട്ടതാണ്. മിഅത്തിൻ എന്നാ പറയേണ്ടത്. മജ്റൂറുൻ ബിൽ ഇളാഫത്തി. സലാസിനെ ഇതിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് മജ്റൂറാണ്. അമ്മ സലാസ് എന്നത് ഫയഅറബു ബിഹസബിൽ ആമിലി. അവിടെ ആമിലിനെ അനുസരിച്ച് എന്ത് ചെയ്യണം? സലാസിനെ മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഫീ സലാസി എന്ന് വായിച്ചത്. ഫീ സലാസി മിഅത്തിൻ. അപ്പൊ സലാസി എന്നതിന് ആദ്യത്തേതിന് എന്ത് ചെയ്യണം? സന്ദർഭം അനുസരിച്ചുള്ള ഈ അറാബ് കൊടുക്കണം. ഉദാഹരണം പറഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് പോയി. ഞാൻ വിചാരിച്ചു ഈ പേജ് വായിച്ചു കേട്ടോ. ഇന്ദി സലാസു മിഅത്തി റിയാലിൻ. അപ്പൊ ഇന്ദി സലാസു എന്ന് പറയാൻ കാരണം എന്താണ്? മുബത്തദ ആയതുകൊണ്ട്. സലാസു മിഅത്തി റിയാലിൻ. ഹുന സലാസു മർഫൂഉൻ ലിഅന്നഹു മുബ്തദഉൻ. അത് മുബ്തദ ആയതുകൊണ്ട് മർഫൂആയി. ഉരീദു സലാസ മിഅത്തി റിയാലിൻ. ഖബറായി. അപ്പം ഖബറാണ്, മഫ്ഊൽ ബിഹിയാണ്. സലാസ മിഅത്തി റിയാലിൻ. പിന്നെ സലാസ മൻസൂബൻ ലിഅന്നഹു മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് മൻസൂബാണ്. ജീം. ഇഷ്തറൈതു ഹാദിഹി സഅത ബിസലാസി മിഅത്തി. അപ്പൊ ബി ഒന്നുകൊണ്ട് ബിസലാസി മിഅത്തി. هنا ثلاثي مجرور بالباء. ومثل 300 ومثل 300 أخواتها. 300 പോലെയാണ് അഖവാത്തുഹ, അതിന്റെ സഹോദരിമാര്. 400 500 ഇലാ 900 വരെ 900 വരെയും. അതെല്ലാം അങ്ങനെയാണ് എഴുതേണ്ടത്. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. തീർന്നല്ലോ? തീർക്കണോ? തീർക്കണ്ട. കുറച്ച് ടഫായിട്ട് വരുന്ന പോലെ. ടഫായിട്ട് വരുന്നുണ്ടോ? അല്ല, ഇതൊക്കെ പറയുമ്പോഴേ വായിച്ചു ശരിയാവണം. വായിച്ചു ശരിയാക്കണം.
ക്ലാസ് കേട്ടിട്ട് പിന്നെ വായിക്കുക അങ്ങനെ ശരിയാവണം. എത്ര ലാജാദ ഫീമ എലിയ ഖിറാഅത്തൻ സഹീഹത്തൻ, ശരിയായി വായിക്കണമെന്നാ പറഞ്ഞത്. എന്താ സ്ഥലം എത്ര? ഈ തുടർന്ന് വായിക്കണം, ശരിയായി വായിക്കണമെന്ന്. ആ ഈ ഹാദൽ കിതാബി എന്ത് പറയണം? ഹംസു ഹംസു മിഅത്തിൻ, ഹംസു മിഅത്തി സഫ്ഹത്തിൻ. ഖറഅതു മിൻഹ അർബവ് തന്നെയാണ് വരിക. അർബഉ അല്ല അർബഅ. ഖറഅതു മാദാ ഖറഅതു അർബഅ. ആ ആ എന്താ വായിച്ചത്? അർബഇനെയാണ് വായിച്ചത്. അർബഅ മിഅത, അർബഅ മിഅതി സഫ്ഹത്തിൻ. മിഅത്ത് എപ്പോഴും എന്താണ്? മജ്റൂറാണ്. അതെന്താണ്? ആ 4 5 ഒക്കെ അതിലേക്ക് ഇളാഫത്ത് ചെയ്യാണ്. സമനു തസ്കിറത്തി, തസ്കിറത്ത് എന്താണ്? ടിക്കറ്റ്. സമനു തസ്കിറത്തി എന്ത് വായിക്കണം? ടിക്കറ്റിന്റെ വില എന്തുകൊണ്ട് ഫത്ത് നസ്ബ് വന്നു? ടിക്കറ്റിന്റെ പൈസ ഇത്രയാണെന്ന് പറയുമ്പോ സമനു തസ്കിറത്തി തിസ്ഉ ഖബറാണ്. അതെ, അതിന്റെ വില ഇതാണ്. സമനു തസ്കിറത്തി തിസ്ഉ മിഅതി ദൂലാരിൻ. ഇഷ്തറൈതു ഹാദ സിവാറ. സിവാർ എന്താണ്? സിവാർ ബെൽറ്റാണോ? വള 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 വള. ബ്രേസ്ലെറ്റ് ആണ്. ഇതാണ് പറയുന്നത്. കയ്യിലിടുന്ന വളയ്ക്ക് എന്താ പറയാ? ബാങ്കിൾ. ബ്രേസ്ലെറ്റ്. എന്തായിരുന്നാലും നമ്മൾ ഉപയോഗിക്കാത്തോണ്ട് അതിന്റെ പേര് അറിയില്ല എനിക്ക്. ജുനൈഹ് എന്താണ്? പൗണ്ട്. റാബിഅ യദ്റുസു ഫീ ഹാദിഹിൽ കുല്ലിയത്തി. എന്താ വായിക്കണം? യദ്റുസു ആണ് ഫിഅല്, അതിന്റെ കർത്താവാണ്. ആര് പഠിക്കുന്നു? യദ്റുസു ഇതിൽ പഠിക്കുന്നു. എത്ര എണ്ണം പഠിക്കുന്നു? സിത്ത് മിഅതി. അപ്പൊ സിത്ത് അതിന്റെ ഫായിലാണ് യദ്റുസുവിന്റെ. അപ്പൊ സിത്ത് മിഅതി താലിബിൻ, 600 സ്റ്റുഡൻസ്. ജഇതു ഇലൽ മദീനത്തിൽ മുനവ്വറതി ആമ അർബഅ. ആമ അർബഅ. ആമിന്റെ ബദലാണ് അർബഅ. അർബഅമിഅത്തിൻ വഅൽഫിൻ ലിൽ ഹിജ്റതി. الخامس والعشرين اليهود اسم جنس جمعي. എന്താണ് ഇസ്മു ജിൻസ്? ജിൻസ് എന്താണ്? വർഗം. ഒരു വർഗത്തിന്റെ നാമമാണ്. ജംഇയ്യൻ കൂട്ടായിട്ടുള്ള. ജംഇയ്യ് കൂട്ടായിട്ടുള്ള കേട്ടോ. ജംഇ കൂട്ടം. ജംഇയ്യൻ എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ളതായ. വസ്മുൽ ജിൻസിൽ ജംഇയ്യ്, അങ്ങനെ കൂട്ടത്തോടെയുള്ള വർഗത്തിന്റെ പേര്. ഹുവല്ലദീ യുഫ്റഖു ബൈനഹു വബൈന വാഹിദിഹി ബിൽ യാഇ. ഹുവല്ലദീ യുഫ്റഖു ബൈനഹു വബൈന വാഹിദിഹി. അപ്പൊ എന്ത്? യുഫ്റഖു എന്താണ്? വേർതിരിക്കപ്പെടും. ബൈനഹു, ബൈനഹു എന്ന് പറഞ്ഞാൽ അതും. അതെന്താണ്? ഇസ്മുൽ ജിൻസിൽ ജംഇയ്യ്, സംഘത്തിനുള്ള പേര്. കൂട്ടായ ഒരു വർഗത്തിന്റെ ഒരു കൂട്ടായ പേര് അൽ യഹൂദ് എന്ന് വന്നാൽ അതും വബൈന വാഹിദിഹി, അതിന്റെ ഏകവചനവും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്?
ബിൽ യാഇ തായ്. യാ കൊണ്ടാണ്, അല്ലെങ്കിൽ ബിത്താഇ അല്ലെങ്കിൽ എന്താണ് താ താ കൊണ്ടാണ്. കൊണ്ടാണ്. അത് മനസ്സിലായില്ലല്ലോ. അപ്പം ഏകവചനം എന്ത് പറയും? യഹൂദുൻ അൽ യഹൂദ് കാലത്തിൽ യഹൂദു ഉസൈറു നബിനുള്ള. അപ്പൊ ജൂതന്മാർ പറഞ്ഞു, ഉസൈർ. ഇമ്മ യഹൂദിയൻ ഏകവചനം പറഞ്ഞപ്പോ എന്തായി? യഹൂദിയൻ, ഉം. യഹൂദിയുൻ അല്ലെങ്കിൽ യഹൂദിയൻ എന്നൊക്കെയാണ് പറഞ്ഞത്. യാ വന്നപ്പോ എന്താണ്? അത് ഏകവചനമാണ്. അംസിലത്തിൽ ഇഫ്രാദി ബിൽ ജാഇ, ജാ കൊണ്ട് ഏകവചനം പറഞ്ഞതിന് ഉദാഹരണം യഹൂദ് എന്നത് ബഹുവചനമാണ്, അതായത് കളക്റ്റീവ് നൗണാണ്. അതിന്റെ ഏകവചനം എന്ത് ചെയ്യും? യഹൂദിയുൻ എന്ന് പറയും, യാ കൊണ്ട് പറയും. അറബിനെ അറബിയുൻ എന്ന് പറയും. അല്ല, അറബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബികൾ എന്ന് നമ്മൾ ബഹുവചനത്തിൽ പറയുന്ന കളക്റ്റീവ് നൗണാണ്. അതിലെ ഒരു അറബിയെ പറയണമെങ്കിൽ അറബിയുൻ, ലൈസ ലി അറബിയ്യിൻ ഫദ്ലുൻ അലാ അഅ്ജമിയ്യിൻ. അറബിയായ ഒരുത്തന് ശ്രേഷ്ഠതയില്ല എന്നാ പറഞ്ഞു. റൂമുൻ എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഒലിബത്തെ റൂം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റോമക്കാർ വിജയിച്ചു, പരാജയപ്പെട്ടു. റോമിയുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റോമാക്കാരൻ. തുർക്കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തുർക്കി. തുർക്കികൾ. അതിന്റെ ഏകവചനം എന്താണ്? ഏകവചനം തുർക്കിയുൻ. തുർക്കിയുൻ എന്നാണ്. അങ്ങനെയാണ്. അപ്പൊ ഉസ്താദ് നമ്മള് പഠിച്ച ഹിന്ദി അപ്പൊ അല്ല, അതെന്താണ്? അൽ ഹിന്ദ് എന്നത് രാജ്യത്തിന്റെ പേരാണ്. അതിനെ നമ്മൾ നസബ് ചെയ്താണ്, നസബ് ചേർത്ത് നസബ് ചെയ്താണ് ഹിന്ദിയുന്നാക്കിയത്. ഹിന്ദിയിൽ അപ്പൊ അതേസമയം ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? ഈ കളക്റ്റീവ് നൗണില്ലേ, കളക്റ്റീവ് നൗണിന് രണ്ട് തരത്തിൽ ഏകവചനമാക്കാം. ഒന്ന് യാ കൊടുത്ത്, ശബ്ദമുള്ള യാ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? അതിനെ ഏകവചനമാക്കാം. അതിന് ഉദാഹരണമാണ് യഹൂദിനെ യഹൂദിയുൻ എന്ന് പറയും, അറബിനെ അറബിയുൻ, റോമിനെ റോമിയുൻ എന്ന് പറയാം, റോമിയുൻ. രണ്ടാമത് വരട്ടെ സമാധാനപ്പെടേ, ഇത് മനസ്സിലാവട്ടെ. ഞാൻ ചോദിച്ചതല്ല, ഇപ്പൊ ഇന്ത്യക്കാർ എന്നുള്ളതിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ല, ഹിന്ദുൻ എന്ന് അൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, അതിനോട് നസബ് ചെയ്തതാണ്, അതിനോട് ചേർത്ത് പറഞ്ഞാണ് ഹിന്ദിയുൻ, ഇന്ത്യയുമായി ബന്ധപ്പെട്ടവൻ എന്നാണ് കേട്ടോ. അതിനെ ഹിന്ദിയുൻ എന്ന് പറഞ്ഞാൽ ഐ ആം റിലേറ്റഡ് ടു ഇന്ത്യൻ കൺട്രി എന്നാണ് അറബി പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, സമ്മതിച്ച. അല്ല, ഇത് ബാധകമല്ല, ഇത് ഈ ആയല്ല. അവിടെ അങ്ങനെയാണ്. അല്ല, സംഭവം രണ്ടും ഒന്നാണെങ്കിലും രണ്ടും അൽ ഹിന്ദ് എന്നത് ഒരു കോമൺ കളക്റ്റീവ് നൗണല്ല. അതെന്താണ്? ഒരു സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പേരാണ്. അതുമായി ബന്ധപ്പെടുത്തുന്നതിനും ഇതേ യാ തന്നെയാണ് ഉപയോഗിക്കുക എന്നേ ഉള്ളൂ. അതേസമയം അത് നമുക്ക് പ്രശ്നം, അതായത് ഇപ്പൊ മക്കത്തുൻ എന്ന് പറയുമ്പോ മക്കിയുൻ എന്ന് പറയുമ്പോ ഏകവചനാണോ ബഹുവചനാണോ നമുക്ക് സംശയം വരുന്നില്ല. അതേസമയം യഹൂദിയുൻ, യഹൂദ് എന്ന് പറയുമ്പോൾ അത് വർഗത്തിന്റെ പേരാണ്. അതിനെ ഏകവചനമാക്കാൻ അറബികൾ ഉപയോഗിച്ചതാണിത്, ഒന്നും പുതിയ ഉണ്ടാക്കുന്നതല്ല. അറബികൾ അങ്ങനെ ഉപയോഗിച്ചു. കമാ കാലൽ അറബു, ആ കഥ കാലൽ അറബു, ഇങ്ങനെയാണ് ഈ അറബികൾ പറഞ്ഞത്. യഹൂദൻ എന്ന് പറഞ്ഞാൽ അത് കളക്റ്റീവ് നോണാണ്, അതിന്റെ ഏകവചനത്തിൽ യഹൂദിയുൻ എന്ന് ഉപയോഗിക്കും. റോമുൻ എന്ന് പറഞ്ഞാൽ റോമക്കാർ എന്ന കളക്റ്റീവ് നോണാണ്, അതിന് റോമിയുൻ എന്ന് ഉപയോഗിക്കും ഏകവചനത്തിൽ. തുർക്കുൻ എന്ന് പറയുന്നത് കളക്റ്റീവ് നോണാണ്, അതിന് തുർക്കിയുൻ എന്ന് പറയും, ഒരു തുർക്കിക്ക്. ഇംഗ്ലീസിയുൻ എന്ന് പറഞ്ഞത് എന്താണ്? ഇംഗ്ലീസുൻ എന്ന് പറഞ്ഞത് അത് പറഞ്ഞ പോലെ ഇംഗ്ലീഷുകാർ എന്ന് ഉപയോഗിക്കും. ഇംഗ്ലീസിയുൻ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷുകാരൻ. ഇത് ചിലതൊക്കെ മാറിയും വരും കേട്ടോ. ഇപ്പൊ തുർക്കുൻ എന്ന് പറഞ്ഞാൽ തുർക്കി എന്ന് പറഞ്ഞാൽ തുർക്കിയുമായി ബന്ധപ്പെട്ടവൻ, തുർക്കിക്കാരൻ, തുർക്കി രാജ്യത്തിൽ പെട്ടവൻ എന്നും അർത്ഥത്തിലും പറയാമല്ലോ എന്ന് പറയാം. അതെ, എല്ലാമല്ല, ചിലത്. അംസിലത്തുൽ ഇഫ്രാദിൽ താഇ, ഇനി നിങ്ങളെ പറഞ്ഞോട്ടെ, നിങ്ങൾ കോട്ട വരുന്നതിന് മുമ്പ്. അത് മനസ്സിലായി, ഞാൻ ആദ്യം തന്നെ വായിച്ചു വെച്ചു അത്.
നിങ്ങൾ അത് അതിന് ഈസിയാണ്, വായിച്ചുകൊണ്ട് ഇത് മനസ്സിലായില്ല. അത് ഈസിയാണ്. നിങ്ങൾ നിങ്ങൾ ഇത് ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ലോട്ട് പറഞ്ഞത്. അത് നന്നായി, അതുകൊണ്ട് അത് മനസ്സിലായി. അംസിലത്തുൽ ഇഫ്രാദി ബിത് കാഇ, കാ കൊണ്ട് പിന്നെ ഏകവചനമാകുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഉസ്താദ് അടുത്ത സമക്കുൻ ദിവസം എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ്. സമക്കുൻ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എന്താണ്? മത്സ്യങ്ങൾ എന്നാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ പറയുന്നത് മത്സ്യങ്ങൾ എന്നാണ്. മത്സ്യം ഒരു ആ മത്സ്യം. തിരുവനന്തപുരത്തുകാരുണ്ട് കേട്ടോ, സോറി. അല്ല, അത് ഒരു പലതരത്തിലുള്ള മത്സ്യങ്ങളും വരുമല്ലോ. ആ മത്സ്യങ്ങൾ വടകൾ എന്ന് പറയും. അല്ല, വടകൾ മഴകളുണ്ട്, മഴകൾ, വടകൾ എന്ന് വെള്ളങ്ങള്. പറയും. മഴകളുണ്ട്, വെള്ളങ്ങൾ കുടിച്ചെന്ന് ചോദിക്കും. അത് വിവിധ ഇനം വെള്ളങ്ങൾ അത് എന്ന് പല പറയും. ടൈപ്പിലുള്ള വെള്ളമാണ് സാർ. ഇപ്പൊ പിന്നെ കലക്ക് വെള്ളം പല ടൈപ്പ് ഇരിക്കും. അപ്പൊ എല്ലാം കൂടെ ചേർത്തിട്ടാണ് വെള്ളം. അല്ല, വടകൾ, പരിപ്പ് വട, ബോണ്ട, ഉഴുന്ന് വട എല്ലാം കൂടെ ചേർത്തിട്ടാണ് വടകൾ എന്ന് പറയുന്നത്. അത് പറയില്ല. അത് പക്ഷെ ഈ മരങ്ങൾ വെള്ളത്തിനൊക്കെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്താന്ന് അറിയാം, വെള്ളത്തിന് പറയേണ്ട കാര്യമില്ല. അല്ല, വെള്ളമുണ്ട്, നാരങ്ങ വെള്ളം, ഓറഞ്ച് വെള്ളം, ജ്യൂസ് വെള്ളം നോ എല്ലാം നോ കൂടെ നോ നോ ചേർത്തിട്ടാണ് പറയില്ല. പറയുമ്പോഴേ അങ്ങനല്ല ഉദ്ദേശിക്കുന്നത് ഇവര്. വെള്ളം നമ്മൾ എണ്ണ പാലൊന്നും പറയില്ല അല്ലേ? കൂടുതലും പാല് മോളിക്കൂളുള്ളതുകൊണ്ട് പറയുന്നതാണെന്നാണ് എന്റെ അല്ല, ഒരു നമ്മൾ കല്യാണത്തിന് പോയാലേ അവിടെ ഒരുപാട് തരത്തിലുള്ള വെള്ളങ്ങൾ ഉണ്ടാവും. അതാണ് പലതരത്തിലുള്ള വെള്ളങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് വെള്ളങ്ങളൊക്കെ കുടിച്ചോന്ന് ചോദിക്കും. വെള്ളം. ഇല്ല, അതാണ് പലതരം വെള്ളന്നേ പറയൂ അപ്പോഴും ഉസ്താദേ. പാല് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ല, ഇത് പാലുകൾ കുടിച്ചോന്ന് ചോദിക്കും. പാലുകൾ അല്ലെങ്കിൽ വെള്ളങ്ങൾ, എണ്ണകൾ പാലുകളുണ്ട്, എന്നൊക്കെ പറയും. ആട്ടിൻപാലുണ്ട്, പശുപാലുണ്ട്, ഒട്ടകപ്പാലുണ്ട്, എല്ലാം കൂടെ ചേർത്ത് പാലുകളാണ്. അല്ല, എന്നാലും പാലുകൾ എന്ന് പറയില്ല. തിരുവനന്തപുരത്ത് വെള്ളങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, തിരുവനന്തപുരത്ത്. അല്ല, അത് വെള്ളങ്ങൾ മോളിക്യൂൾസ് കൂടുതലുള്ളതുകൊണ്ടേ അത് വെച്ചപ്പോഴാണ് ഫ്ലോറിലാക്കിയത്. ഇപ്പൊ തിരുവനന്തപുരത്താണ് കൂടുതൽ കേട്ടോ, മെജോറിറ്റി. ശരിയാണ്, ഞാൻ ഒറ്റപ്പെടും. ഓക്കെ. അപ്പൊ സമക്കുൻ എന്ന അതിന്റെ ഏകവചനം അവിടെ എല്ലാം ചേർത്താൽ മതി. സമക്കത്തുൻ, ഷജറുൻ, ഷജറത്തുൻ, ഐനബുൻ, ഐനബത്തുൻ, തുഫാഹുൻ, തുഫാഹത്തുൻ, മൗസുൻ, മൗസത്തുൻ, ഹബ്ബുൻ, ഹബ്ബത്തുൻ. ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്കറിയില്ലായിരുന്നു അല്ലേ ശരിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ ഇത് ക്ലാസ്സിൽ പറയാറില്ലാണ് ഉസ്താദ്. അടുത്ത ആഴ്ച എനിക്കൊരു യാത്രയുണ്ട്, ഷൊർണൂർ തിരുവനന്തപുരം ട്രെയിൻ. അതുകൊണ്ട് അന്ന് പങ്കെടുക്കാൻ പറ്റുമോ? ഞാൻ മറ്റേ ഇത് കണ്ടോളാം, എന്റെ ക്ലിപ്പ്. ക്ലാസ് അല്ലേ? ആ, അപ്പൊ നമുക്ക് ആക്ടിവിറ്റി കുറയും. യാത്ര നടക്കണ്ട. എല്ലാവരും വരുമ്പോഴാണ് സംശയങ്ങൾ കൂടുതൽ പറയും, നമുക്ക് കൂടുതൽ ക്ലാസ് ഇതാവുള്ളൂ. ഇങ്ങനെ അല്ല, എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് ക്ലാസ്സിൽ കൂടുതൽ ഇതാവുക, ഇന്ററാക്ഷൻ സംഭവിക്കും. അല്ലെങ്കിൽ വെള്ളങ്ങളൊന്നും ഇപ്പൊ നാസറില്ലായിരുന്നു, ഈ വെള്ളങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയില്ല. ഞങ്ങൾക്കതിന് വെള്ളങ്ങളില്ല, വെള്ളം തന്നെ ഉള്ളു. ലുക്മാൻ സാഹിബ് മിണ്ടേയില്ല. താമസിച്ച് കഴിയുമ്പോഴേ ഞാൻ കൊല്ലത്താണ് വന്നതാ. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പറഞ്ഞു പോകും വെള്ളങ്ങളും. ലുക്മാൻ സാഹിബിന്റെ ഒറിജിനൽ സ്ഥലം എവിടെയാണ്? കൊല്ലം. കൊല്ലത്തല്ലേ? കൊല്ലത്തൊക്കെ കുറേശ്ശെ വെള്ളം ഉപയോഗിക്കും. അല്ല, പക്ഷെ അത് കറക്റ്റ് മലയാളം വെള്ളമേ പറയത്തുള്ളൂ. ഇവിടെ ഉള്ളു ഈ പ്ലൂറൽ പറയുന്ന. അപ്പൊ ഞാനും നാസും ഒറ്റയ്ക്കായി. വെള്ളത്തിന്റെ ആളാണ് ഈ പറയുന്നതെന്നുള്ളതാണ് വേറെ കാര്യം. അതെ, അത് ശരിയാ. ഞാനത് ആലോചിച്ചുള്ളൂ, വെള്ളത്തിന്റെ പണിയാണല്ലോ. വെള്ളങ്ങളും പലതരം വെള്ളങ്ങൾ എന്ന് പറഞ്ഞപ്പോ മാലിന്യം ഉള്ളതും ഇല്ലാത്തതും. ശരി, എന്തായാലും കഫാർത്ത് മജ്ലിസ് കാണാൻ കഴിഞ്ഞ സംസാരങ്ങള് എന്താ പറയാ ഓവറായി പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തിരട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാഇ ബില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.